ഇതിൽ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഹായ് മക്കളെ, നമ്മൾ നമ്മുടെ റൈസിൻ്റെ വൺ ഷോട്ട് സീരീസിലോട്ട്, അതായത് നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് വരുന്ന, അതായത് 2-3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് നമ്മൾ എൻ്റയർ ചാപ്റ്റർ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളൊരു ഒരു പ്രോസസ്സല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും എന്ന് ഉറപ്പുള്ള പാട്ട് നമുക്കുണ്ട് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഏരിയാസ് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറഞ്ഞങ്ങ് തുടങ്ങാം അല്ലേ. അതായത് എന്തായാലും ഇപ്പം നമുക്കൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു കാര്യം, കാരണം നമ്മുടെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഹോസ്റ്റലിലൊക്കെ ഡൗട്ട് ക്ലിയറൻസിന് പോകുന്ന സമയത്ത് ഇനി ഹാർഡ്ലി നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 60 ദിവസങ്ങൾക്ക് താഴെ മാത്രമാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. കാരണം ഒരു ചെറിയൊരു കഥ പറഞ്ഞങ്ങ് നമുക്ക് തുടങ്ങാം അല്ലേ. അതായത് ഈ കഥ നമ്മളെ ചാപ്റ്ററുമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. ഒരു കരീബിയൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി വളരെയധികം എന്താ പറയുക, ക്രിക്കറ്റും അതേപോലെ തന്നെ നമ്മുടെ അത് കരീബിയൻസിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊണ്ട ഒരു കുട്ടിയായിരുന്നു. കാരണം പുള്ളിക്ക് ഒരു റാപ്പ് സിംഗർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതേപോലെ തന്നെ ഒരു ക്രിക്കറ്റർ ആവണം, ബ്രെയിൻ ലാറയെ പോലെയൊക്കെ ഒരു ക്രിക്കറ്റർ ആവണം എന്നൊരു ആഗ്രഹത്തിൽ വളർന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് ബോൾ ചെയ്യുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ബോൾ ചെയ്യുമായിരുന്നു, നന്നായിട്ട് കീപ്പും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കുട്ടിക്കകത്ത് ഈ കോച്ച് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ റണ്ണപ്പ് എടുത്തിട്ടാണ് എപ്പോഴും ബോൾ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഈ റണ്ണപ്പ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടി വളരെ വേഗതയിൽ ഓടുമായിരുന്നു. വളരെ വേഗതയിൽ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിൽ ഓടുമായിരുന്നു. കാരണം നമ്മളൊരു 30 മീറ്റർ 35 മീറ്ററൊക്കെ റണ്ണപ്പ് എടുക്കുന്ന സമയത്ത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്ത് ഈ കുട്ടി എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന എൻ്റയർ ഡ്യൂറേഷൻ അങ്ങ് കവർ ചെയ്ത് പോകാറുണ്ടായിരുന്നു ഈ കുട്ടി. അങ്ങനെ ആ കോച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സ്കൂളിലുള്ള മീറ്റുകൾ, അത്ലറ്റിക് മീറ്റുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ക്രിക്കറ്റർ ആവണം, കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ആ കരീബിയൻ ഉപഭൂഖണ്ഡത്തിൽ എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ്. പക്ഷേ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ക്രിക്കറ്ററാണ്. പക്ഷേ കോച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കോച്ചിൻ്റെ ആഗ്രഹപ്രകാരം കുട്ടി എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന അത്ലറ്റിക് മീറ്റിലൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ അന്ന് ഓടിയിരിക്കുന്ന അത്ലറ്റിക് മീറ്റിൽ മുഴുവൻ, അല്ലെങ്കിൽ ഇവൻ 100 മീറ്റർ ആയിക്കോട്ടെ 200 മീറ്റർ ആയിക്കോട്ടെ, എല്ലാത്തിലും ആ കുട്ടി ഒന്നാമതെത്തി. അതെല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം ഒരുപാട് കാലം ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഈ കുട്ടി ഒന്നാമതെത്തുന്നൊരു സ്ഥിതിവിശേഷം നമുക്കുണ്ടായി. അങ്ങനെ 1996 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ഒളിമ്പിക് അത്ലറ്റിക് മീറ്റ് ഉണ്ടായിരുന്നു. ഈ കുട്ടി ആ ഒളിമ്പിക് അത്ലറ്റിക് മീറ്റ് കാണാൻ ഇടയായി. അന്നത്തെ 100 മീറ്ററിൻ്റെ വിജയിയെ എങ്ങനെയാണ് ലോകം ഉൾക്കൊണ്ടത്, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് നേഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ്, ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്റ്റ്, എന്താ സംഭവിക്കുക, എല്ലാ പേപ്പറിൻ്റെയും ഒന്നാമത്തെ പേജിൽ ആ 100 മീറ്റർ ചാമ്പ്യൻ ആരാണോ അവരുടെ ഫോട്ടോ വരും. അവരെങ്ങനെയാണ് ലോകം വാഴ്ത്തിയത് എന്ന് ആ കുട്ടി കണ്ടു. ആ കുട്ടി വീണ്ടും അതിൻ്റെ ട്രെയിനിങ് ആരംഭിച്ചു. കുട്ടിക്ക് മനസ്സിലായി, എനിക്ക് ഈ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്ന് ആ കുട്ടി മനസ്സിൽ ഉറപ്പിച്ചു. ആ കുട്ടി അതിൻ്റെ ട്രെയിനിങ് ആരംഭിച്ചു. നല്ല ട്രെയിനിങ് ആയിരുന്നു. നല്ല ട്രെയിനിങ് എന്ന് വെച്ചാൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് തന്നെ അവിടുത്തെ ഗവൺമെൻറ് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്തു. 2009 അന്ന് വരെ ഉണ്ടായിരുന്ന 100 മീറ്ററിൻ്റെ വേൾഡ് റെക്കോർഡ് അദ്ദേഹം തകർത്തു. അദ്ദേഹത്തിൻ്റെ പേര് ഉസൈൻ ബോൾട്ട് എന്നാണ് അല്ലേ. 2009 അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തന്നെ അദ്ദേഹം വീണ്ടും തകർത്തു. ആൻഡ് അയാൾ ക്ലോക്ക് ചെയ്തിരിക്കുന്ന സമയം 9.58 സെക്കൻഡ്സ് ഫോർ 100 മീറ്റർ. അതായത് 100 മീറ്റർ ഓടാൻ അദ്ദേഹം എടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 9 സെക്കൻഡും 58 മില്ലി സെക്കൻഡും മാത്രമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒളിമ്പിക്സിൽ 9 ഗോൾഡ് മെഡൽ നേടുന്ന വളരെ റെയർ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റുള്ള ഒരു അത്ലറ്റായിട്ട് ആരും മാറി, നമ്മൾ ഉസൈൻ ബോൾട്ട് മാറിയിട്ടുണ്ട്. അയാളുടെ 96 മുതൽ 2016 വരെ അയാളുടെ ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് ഫേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു ട്രെയിനിങ് ഫേസ് ആയിരുന്നു. ആ ഇൻറ്റൻസ് ട്രെയിനിങ് ഫേസിനകത്ത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലറായിട്ട് ട്രെയിനിങ് മുടക്കാതെ, അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്, അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം ട്രെയിൻ ചെയ്ത് നമുക്ക് തോന്നും അവർ ചത്തുപോകുന്നു വരെ തോന്നും. ആ രീതിക്കായിരുന്നു അവരുടെ ട്രെയിനിങ് ഉണ്ടാവുക. ആ ട്രെയിനിങ് കഴിഞ്ഞ് പുള്ളി ഈ പറഞ്ഞിരിക്കുന്ന 3 ഒളിമ്പിക്സിലും ട്രിപ്പിൾസ് നേടി. അതായത് 100 മീറ്റർ 200 മീറ്റർ 4x100 മീറ്റർ റിലേ, ഈ 3ലും വേൾഡ് റെക്കോർഡോടുകൂടി, അതായത് 100 മീറ്ററിൽ 9.58 സെക്കൻഡ്സ്, 200 മീറ്ററിൽ 19.19 സെക്കൻഡ്സ്, റിലേയിൽ 36 സെക്കൻഡ്സ്, അങ്ങനെ 3 വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുന്ന ഒരു താരമാണ് ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അദ്ദേഹത്തിൻ്റെ എൻഡിയർ ഗോൾഡ് മെഡൽ റേസിന് വേണ്ടി എടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, അതായത് 3 ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വെച്ച് 3 ഒളിമ്പിക്സിൽ, അതായത് മൊത്തം 9 ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിന് വേണ്ടി അദ്ദേഹം ചിലവഴിച്ചിരിക്കുന്നത് 3 മിനിറ്റിൽ താഴെയാണ്. വെറും 3 മിനിറ്റിൽ താഴെയാണ്. അദ്ദേഹത്തിന് 100 200 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ 100 സെക്കൻഡിൽ താഴെ മാത്രമാണ് അദ്ദേഹം എന്തിനെടുത്തിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഗോൾഡ് മെഡൽ നേടാൻ വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്ന സമയം. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ട്രെയിൻ ചെയ്തോ 20 വർഷമാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ 20 30 വർഷം അദ്ദേഹം എന്തിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രോസസ്സിലോട്ട് എത്താൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ നീറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഫേസിലോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്കായി ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജിക്കകത്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്ന ആ സ്ട്രാറ്റജിക്കകത്ത് എന്താ പറയുക, നമുക്ക് ഒരുപാട് ഫോൾസ് പറ്റിയിട്ടുണ്ടാവും. കുറേ പേര് ഇപ്പം ഹോസ്റ്റലുകളൊക്കെ നിർത്തി വീട്ടിലോട്ട് പോയി ഇനി ഒറ്റയ്ക്ക് പഠിക്കാം എന്നുള്ള ധാരണ, കാരണം കൂടെ ഇരിക്കുന്നവർ പഠിക്കുന്നത് കാണുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രോസസ്സാണ്. ഇതാണ് ആ പ്രോസസ്സ്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടി വരും. നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരു തരത്തിലുള്ള എളുപ്പ വഴിയില്ല. എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും ഒരു കഥ പറയാനുണ്ടാവും അല്ലേ. നിങ്ങൾ കഴിഞ്ഞിട്ട് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് അതാണ് പ്രോസസ്സ്. ആ സ്ട്രെസ് ഉണ്ടാവും, തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാവും. അതിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും. അതായത് ഈ നമ്മുടെ ഒരു പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. നമ്മുടെ ഒരു കളി കഴിഞ്ഞിട്ട് പ്ലെയറോട് നമ്മൾ ആ കളിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, അതേപോലെ നമ്മുടെ ഉസൈൻ ബോൾട്ടിനോട് 9 ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയതിനു ശേഷം പ്രസ് കോൺഫറൻസിൽ ഒരാൾ ചോദിച്ചിരുന്നു, എന്തായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ള ജനറേഷനോട് പറയാനുള്ളത് എന്ന് ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രസ്റ്റ് ദ പ്രോസസ്സ്, ഡോണ്ട് റഷ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, അല്ലാതെ എന്ത് ചെയ്യരുത്, അതിലോട്ട് റഷ് ചെയ്ത് പോകരുത് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് ബിലീവ് യുവർ സെൽഫ്, നെവർ ഗിവ് അപ്പ്. ഒരിക്കലും ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങളിപ്പം എന്താ പറയുക, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും വൺ ഡേ യു വിൽ ബിക്കം എ ഡോക്ടർ. നിങ്ങൾക്ക് എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, ഇവിടെ ഞാൻ ഒരു കോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് ഉസൈൻ ബോൾട്ടിനെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പം ഉസൈൻ ബോൾട്ട് നിങ്ങൾക്കറിയാം ഒരു അത്ലീറ്റാണ്. ഈ ഉസൈൻ ബോൾട്ട് ഓടുന്ന സമയത്ത് പുള്ളി എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത്, പുള്ളിയുടെ ബോഡിക്കകത്ത് എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്തൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ച് നമുക്ക് വളരെ ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ വേണം ഏറ്റവും ആദ്യം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ആദ്യം നോക്കി വെക്കാം അല്ലേ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ഓരോ ഏരിയയിൽ നിന്നും പിക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഷോർട്ട് ഡ്യൂറേഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യൽ പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, എന്നാൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. The figure shows a diagrammatic view of human respiratory system with labels A, B, C, D. Select the option which gives the correct identification and main function or the characteristics. ഇതാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് അല്ലേ. അതായത് നമ്മൾ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ കുറച്ച് ഹെഡിങ്സ് ആയിട്ട് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ NCERT-ക്കകത്ത് കാണുന്ന ഹെഡിങ്സ് ആയിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്യൂമൻ ഫിസിയോളജി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും നിങ്ങളോട് പറയാനുള്ളത് ബയോളജി ഈസ് ദ ആർട്ട് ഓഫ് ബൈ ഹാർട്ടിംഗ് എന്നാണ് പറയാറ് അല്ലേ. ബൈ ഹാർട്ട് പഠിച്ചാൽ മാത്രമേ ബയോളജിക്ക് നമുക്ക് നീറ്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാക്കി പഠിക്കുക, എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സ്. അല്ലെങ്കിൽ നീറ്റിനകത്ത് ഒരുപാട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ആകെ പെട്ടുപോകും, കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അങ്ങോട്ടും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്തൊക്കെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും, നമ്മൾ മനഃപൂർവ്വം ക്വസ്റ്റ്യൻസ് തെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്ത് പാടില്ല, ഒരു ഫോൾസ് ഡിറ്റർമിനേഷൻ നമുക്ക് പാടില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടുകളൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് എല്ലാം അഡ്രസ്സ് ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഒരു 3-4 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതിൻ്റെ അനാറ്റമിയാണ് നമ്മൾ പറയുന്നത്. അനാറ്റമി ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അനാറ്റമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് അനാറ്റമി എന്ന് പറഞ്ഞാൽ? അനാറ്റമി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എന്താ പറയുക, സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്. നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ വിളിക്കാം അനാറ്റമി എന്ന് വിളിക്കാം. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമിയാണ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫിസിയോളജി പോർഷൻ. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏത് സിസ്റ്റത്തെക്കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫിസിയോളജി. അപ്പം നമ്മൾ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിസം ഫോർ ബ്രീത്തിങ് ആണ്, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്.
ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നുമല്ല, നമ്മൾ വെറുതെ ശ്വാസം എടുക്കുന്നു വിടുന്നു, എടുക്കുന്നു വിടുന്നു, എടുക്കുന്നു വിടുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ശ്വാസം പ്രോപ്പറായിട്ട് എടുക്കാൻ അറിയണം, ശ്വാസം പ്രോപ്പറായിട്ട് വിടാൻ പറ്റണം. ഇത് മാത്രം നമ്മൾ ചെയ്തിരുന്നാൽ മതി. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ത്രൂ ഔട്ട് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? സോ അതിനെ നമ്മൾ വിളിക്കുന്നത്, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്, ആ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ശ്വാസം എടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ശ്വാസം വിടുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾ വിളിക്കുന്നവരാണ് മെക്കാനിസം ഫോർ ബ്രീത്തിങ്. ഇനി മൂന്നാമത്തെ നമുക്ക് പറയാനുള്ളത് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ശ്രദ്ധിക്കുക, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ആയിരിക്കും. കാരണം എനിക്ക് ഒരു നിർബന്ധമുണ്ട്, ഈ ലൈവ് കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും ഈ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവാൻ പാടില്ല. കാരണം അവസാനത്തെ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രീത്തിങ്ങിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്തു നിന്നാണ്, വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിനകത്ത് നിന്നാണ്. അപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. മിക്കവാറും ഒരു ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ വാല്യൂസ് വന്നിട്ട് അവരെന്തായിരിക്കും ചോദിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന പോലെ കാൽക്കുലേഷൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ പലതരത്തിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും അതിനകത്ത് നിന്ന് വരുന്ന മാർക്ക് സ്കോർ ചെയ്യാതിരിക്കാൻ പറ്റരുത്. മുഴുവൻ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് അവരെങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് സ്കോർ ചെയ്യാൻ പറ്റണം അല്ലേ? നാലാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്. ഇതിനകത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് അല്ലേ? ഒന്നാമത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും പഠിക്കാനുണ്ട്, രണ്ടാമത് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം പറയാനുണ്ട്, ദാറ്റ് ഈസ് ബേസിക്കലി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ഓക്കെ. ഏറ്റവും അവസാനം നമുക്ക് പഠിക്കാനുള്ളത് റെഗുലേഷൻ ഫോർ റെസ്പിറേഷൻ ആണ്. റെഗുലേഷൻ ഫോർ റെസ്പിറേഷൻ. റെഗുലേഷൻ ഫോർ റെസ്പിറേഷൻ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ചെറിയൊരു പാട്ടുണ്ട്. അന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്, പക്ഷേ എല്ലാ വർഷവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു 3 അസുഖങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. ദാറ്റ് ഈസ് ബേസിക്കലി ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ആകെ മൊത്തം പഠിക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോയിക്കൽ ഈ 6 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസും പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ അധികം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതിനകത്ത് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കേട്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 1 മാർക്ക് അതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്ക് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനകത്ത് നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമി പഠിക്കാനാണ്, അല്ലെങ്കിൽ അനാറ്റമിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം അത് എവിടെ വെച്ചാൽ തുടങ്ങുന്നത്? നമ്മൾ മൂക്കിൽ വെച്ചാൽ തുടങ്ങുന്നത് അല്ലേ? മൂക്കിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന 2 ദ്വാരങ്ങളുണ്ട്, മൂക്കിൻ്റെ തുള അല്ലെങ്കിൽ മൂക്കിൻ്റെ ഓട്ടം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ആ മൂക്കിൻ്റെ ദ്വാരങ്ങൾ നമ്മളൊരു പേര് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. അതിന് നമ്മൾ വിളിക്കുന്നവരാണ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. അതിന് നമ്മൾ വിളിക്കുന്നവരാണ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. ഈ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പോകുന്നത് ഒരു ട്രയാങ്കുലർ ക്യാവിറ്റിക്കകത്തോട്ടാണ് അല്ലേ? ഇവിടെ നമുക്കൊരു ട്രയാങ്കുലർ ക്യാവിറ്റി കാണാൻ പറ്റും. ഈ ട്രയാങ്കുലർ ക്യാവിറ്റിനെ നമ്മളൊരു പേര് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് നെയ്സൽ ക്യാവിറ്റി. ഇറ്റ് ഈസ് കോൾഡ് നെയ്സൽ ക്യാവിറ്റി. നെയ്സൽ ക്യാവിറ്റിയുടെ പ്രത്യേകത, നെയ്സൽ ക്യാവിറ്റി നിങ്ങൾക്കറിയാം ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ വെച്ചിട്ട് ഈ ട്രയാങ്കുലർ പാസേജിന് നമുക്കിവിടെ ഒരു നെയ്സൽ ക്യാവിറ്റി ഉണ്ട് അല്ലേ? ഈ നെയ്സൽ ക്യാവിറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നെയ്സൽ ക്യാവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ നെയ്സൽ ക്യാവിറ്റിനെ നമ്മളിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഡിവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറെ നമ്മൾ വിളിക്കുന്ന പേര് നെയ്സൽ സെപ്റ്റം എന്നാണ് വിളിക്കുക. നെയ്സൽ സെപ്റ്റം. ഓക്കെ, സെപ്റ്റം. ഇതാണ് നമ്മൾ നെയ്സൽ സെപ്റ്റം എന്ന് അതിനെ വിളിക്കുക. അതിനെ മലയാളത്തിൽ മൂക്കിൻ്റെ പാലം നമ്മൾ പറയുന്നത്, മൂക്കിൻ്റെ പാലം അടിച്ചങ്ങ് പൊട്ടിക്കുന്നൊക്കെ പറയില്ല അല്ലേ? അതേപോലെ മൂക്കിൻ്റെ പാലം, അതാണ് നെയ്സൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ. സോ ദ നെയ്സൽ സെപ്റ്റം ഇതൊരു കാർട്ടിലേജിനസ് സ്ട്രക്ചറാണ്. ദാറ്റ് പെർട്ടിക്കുലർ നെയ്സൽ സെപ്റ്റം ഡിവൈഡിങ് ദ നെയ്സൽ ക്യാവിറ്റി ഇൻടു റൈറ്റ് നെയ്സൽ ക്യാവിറ്റി ആൻഡ് ലെഫ്റ്റ് നെയ്സൽ ക്യാവിറ്റി. നമ്മളതിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നെയ്സൽ ക്യാവിറ്റി ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. ഇതിനെ നെയ്സൽ ക്യാവിറ്റിനെ. ഇതിനകത്ത് ഒരുപാട് ഹെയർ സെൽസ് ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? ബേസിക്കലി നമ്മൾ ശ്വസിക്കുന്ന എയറിനകത്ത് ഒരുപാട് നമുക്ക് എന്ത് കാണാൻ പറ്റും മക്കളെ? നമുക്ക് ഒരുപാട് പൊടിപടലങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് ഫോറിൻ ബോഡീസ് കാണാൻ പറ്റും അല്ലേ? ഒരുപാട് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയാസും വൈറസും ഒക്കെ കാണാൻ പറ്റും. അതിനൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ നെയ്സൽ സെപ്റ്റത്തിനകത്ത് കാണുന്ന ഹെയർ സെൽസും മ്യൂക്കസ് സെൽസും ഒക്കെ അവരാണ് നമ്മളൊരു പരിധി വരെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ വരുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ സ്കൾ ബോണിൻ്റെ അകത്ത് ഒരു ചെറിയ 2 ഹോൾസ് ഉണ്ട്. അതായത് നമ്മളെ എക്സ്റ്റേണൽ നോസ്ട്രിൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ സ്കൾ ബോണിനകത്ത് ചെറിയ 2 ഹോൾസ് ഉണ്ട്. അതിന് നമ്മളൊരു പേര് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ നോസ്ട്രിൽസ്. എന്താ വിളിക്കുക? ഇന്റേണൽ നോസ്ട്രിൽസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ റെസ്പിറേറ്ററി
ട്രാക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി ആൻഡ് ഇന്റേണൽ നോസ്ട്രിൽസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേറ്ററി ട്രാക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കയറി വരികയാണ് അല്ലേ. ഈ ഇന്റേണൽ നോസ്ട്രിൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വരുന്നത് നമുക്കൊരു കോമൺ പാസേജ് ഉണ്ട്. ഫുഡിനും എയറിനും ഒരു കോമൺ പാസേജ് ഉണ്ട് അല്ലേ. ദർ ഇസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാരിങ്സ്. എന്താ വിളിക്കുക? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാരിങ്സ്. എന്താണ് ഫാരിങ്സിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദി കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ അല്ലേ. നമ്മൾ ആ ഫാരിങ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫാരിങ്സിനകത്ത് എയറും എത്തുന്നുണ്ട്, ഫാരിങ്സിനകത്ത് ഫുഡും എത്തുന്നുണ്ട്. ഓക്കെ, ഈ ഫാരിങ്സിനെ നമ്മൾ ഫോർ ദ സ്റ്റഡി പർപ്പസ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അനാട്ടമിക്കലി ഫാരിങ്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫാരിങ്സിനകത്തോട്ട് എയറും എത്തുന്നുണ്ട്, ഫാരിങ്സിനകത്തോട്ട് ഫുഡും എത്തുന്നുണ്ട്. അതിനർത്ഥം ഫാരിങ്സിന് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? നിങ്ങളുടെ മൂക്കുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതേ ഫാരിങ്സിന് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? നിങ്ങളുടെ മൗത്തുമായിട്ട് കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബക്കൽ ക്യാവിറ്റിയുമായിട്ടും കണക്ഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ ദ കണക്ഷൻ ഓഫ് ഫാരിങ്സ് വിത്ത് നോസ്, കണക്ഷൻ ഓഫ് ഫാരിങ്സ് വിത്ത് നോസ് ആണെങ്കിൽ അതിന് നമ്മളൊരു പേര് വിളിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെയ്സോ ഫാരിങ്സ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെയ്സോ ഫാരിങ്സ്. ദ കണക്ഷൻ ഓഫ് ആരൊക്കെ തമ്മിൽ? ഫാരിങ്സ് വിത്ത് നോസ് ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെയ്സോ ഫാരിങ്സ്. അതായത് നമ്മൾ ഫാരിങ്സിൻ്റെ അപ്പർ പോർഷൻ നമ്മൾ വിളിക്കുന്നവരാണ് നെയ്സോ ഫാരിങ്സ്. അത് കഴിഞ്ഞാൽ ഫാരിങ്സ് ഹാവ് എ കണക്ഷൻ വിത്ത് ഓറൽ ക്യാവിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ മൗത്തുമായിട്ട് ആർക്ക് കണക്ഷൻ ഉണ്ട്? ഫാരിങ്സിന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു പേര് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറോ ഫാരിങ്സ്. ഇറ്റ് ഈസ് കോൾഡ് ഓറോ ഫാരിങ്സ്. ഓറോഫാരിങ്സ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാരിങ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ ഫാരിങ്സ് നിങ്ങൾക്ക് അറിയുമ്പോൾ ഒരു കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ ആണത് ഫാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഈ ഫാരിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതാ നമ്മൾ ഫാരിങ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഈ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സ്ട്രക്ചർ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് സൗണ്ട് ബോക്സ്. ഇത് നമ്മൾ വിളിക്കുന്നവരാണ് സൗണ്ട് ബോക്സ് എന്ന് വിളിക്കും. ഇത് നമ്മൾ വിളിക്കുന്നവരാണ് സൗണ്ട് ബോക്സ് അല്ലേ. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാരിങ്സ്. അതായത് നിങ്ങളുടെ ഫാരിങ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ലാരിങ്സ്. ഫാരിങ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് എന്ത്? ലാരിങ്സ്. സോ ഫാരിങ്സ് ഹാവ് ദി കണക്ഷൻ വിത്ത് ലാരിങ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാരിഞ്ചിയോ ഫാരിങ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാരിഞ്ചിയോ ഫാരിങ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാരിഞ്ചിയോ ഫാരിങ്സ്. അപ്പോൾ ഫാരിങ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ട് അല്ലേ. ഒന്ന് മൂക്കുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്നവരാണ് നെയ്സോ ഫാരിങ്സ്. രണ്ടാമത് അതിന് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? നിങ്ങളുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്നവരാണ് ഓറോ ഫാരിങ്സ്. മൂന്നാമത്തത് നിങ്ങളുടെ ലാരിങ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്നവരാണ് ലാരിഞ്ചിയോ ഫാരിങ്സ്. ഇനി ശ്രദ്ധിക്കാം, നിങ്ങളുടെ ഫാരിങ്സിന് നിങ്ങളുടെ മിഡിൽ ഇയറുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. ഓക്കെ, നിങ്ങളുടെ പഴയ NCERT ആണെങ്കിൽ അതിനകത്ത് ഉണ്ടാവുമായിരുന്നു നിങ്ങൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്. നിങ്ങളുടെ ഫാരിങ്സിന് നിങ്ങളുടെ മിഡിൽ ഇയറോട് ചെറിയൊരു കണക്ഷൻ ഉണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹയർ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചെവി അടയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? കുറേ ആൾക്കാർ ചെവി പൊത്തി വെച്ചോ വായങ്ങനെയൊക്കെ ആക്കിയിരിക്കും അല്ലേ. അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പ്രഷർ ഡിഫറൻസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആ ചെവി അടയുന്നത്. അത് മാറ്റാൻ ഒറ്റ കാര്യം മാത്രം മതി, നിങ്ങൾ സിമ്പിളായിട്ട് വായ തുറന്നിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാരിങ്സിന് നിങ്ങളുടെ മിഡിൽ ഇയറുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഫാരിങ്സ് ഹാവ് കണക്ഷൻ വിത്ത് മിഡിൽ ഇയർ. ഓക്കെ, നിങ്ങളുടെ മിഡിൽ ഇയറുമായിട്ട് ഫാരിങ്സിൻ്റെ കണക്ഷൻ ഉണ്ട്. നമ്മൾ ഇയറിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇന്നർ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഔട്ടർ ഇയർ ഉണ്ട്. ഇങ്ങനെ 3 ഇയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഫാരിങ്സ് ഹാവ് എ കണക്ഷൻ വിത്ത് മിഡിൽ ഇയർ ആസ് വെൽ. അതിനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇറ്റ് ഈസ് കോൾഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇങ്ങനെ 4 കണക്ഷൻസ് ആണ് നിങ്ങൾ ഫാരിങ്സിന് ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഫാരിങ്സ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സ് എന്ന് വിളിക്കും. ഈ ലാരിങ്സിനകത്ത് ശ്രദ്ധിക്കാം, ഈ ലാരിങ്സിനകത്ത് എന്തുണ്ട്? നമുക്ക് വോക്കൽ കോഡ്സ് ഉണ്ട് അല്ലേ. ഈ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന ലാരിങ്സിൻ്റെ തൊട്ട് മേളിലിരിക്കുന്ന പാട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ഫാരിങ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫാരിങ്സ് അല്ലേ. ഇനി ശ്രദ്ധിക്കാം, ലാരിങ്സിൻ്റെ തൊട്ട് മേളിലായിട്ട് നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു കാർട്ടിലേജിനസ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ലാരിങ്സിൻ്റെ തൊട്ട് മേളിലായിട്ട് നമുക്കൊരു കാർട്ടിലേജിനസ് സ്ട്രക്ചർ ഉണ്ട്. ഇതാ ആ കാർട്ടിലേജിനസ് സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതാ ഈ ഒരു തരത്തിലായിരിക്കും കാർട്ടിലേജിനസ് സ്ട്രക്ചർ നമുക്ക് ഉണ്ടാവുക. ഇതിന് ഒരു ഡോം ഷേപ്പ് സ്ട്രക്ചറാണ്, ഒരു ഡോം ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ. ഡോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പള്ളിയുടെ മിനാരം പോലെ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതിന് നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. ഈ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. ഈ ഗ്ലോട്ടിസിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ ഇത് നമ്മളിപ്പോൾ വരയ്ക്കുന്ന റെസ്പിറേറ്ററി ട്രാക്റ്റാണ്. ഇതിൻ്റെ തൊട്ട് പിൻഭാഗത്ത് നിങ്ങളുടെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റ്, നമ്മളെ ഫുഡ് പോകുന്ന പാത്ത് വേണ്ട അല്ലേ. അതായത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻഭാഗത്തായിട്ട് ആരെ കാണാൻ പറ്റും? ഇതാ ഇവിടെ നിങ്ങളുടെ ഈസോഫേഗസ് ഉണ്ട്, ഇവിടെ നിങ്ങളുടെ ഈസോഫേഗസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റൊമക്ക് ഉണ്ട്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡസ്ട്രൈൻ വരും. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇവരിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് വരയ്ക്കുന്നില്ല. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഗ്ലോട്ടിസിൻ്റെ സൈഡിലായിട്ട് മേളിലായിട്ട് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു
കാർട്ടിലേജിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതാ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇയാളെ നമ്മളൊരു പേര് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് എപ്പിഗ്ലോട്ടിസ്. ഈ കണക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് പഠിക്കുമ്പം ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ലാരിങ്സ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, ഗ്ലോട്ടിസ് ഉണ്ട്. ഇനി എപ്പിഗ്ലോട്ടിസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നിങ്ങളുടെ ഫാരിങ്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടായിരുന്നു മക്കളെ? പറഞ്ഞേ. നിങ്ങളുടെ ഫാരിങ്സിനകത്ത് നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാമായിരുന്നു അല്ലേ? ഒന്ന് അവിടെ ഫുഡും കാണാൻ പറ്റുമായിരുന്നു, രണ്ടാമത് നമുക്ക് അവിടെ എയറും കാണാൻ പറ്റുമായിരുന്നു. ഫുഡിന് എങ്ങോട്ടാണ് പോകേണ്ടത്? ഫുഡ് പോകേണ്ടത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോട്ടാണ്. എയർ വരേണ്ടത് എങ്ങോട്ടാണ്? എയർ വരേണ്ടത് നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തോട്ടാണ്. എയർ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത് പോയിട്ട് കാര്യമില്ല, ഫുഡ് റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് പോയിട്ടും ഒരു കാര്യമില്ല അല്ലേ? അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോറിൻ ബോഡീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഫംഗ്ഷനിങ് ആണത്. ഏത്? ഫുഡിനെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോട്ട് വിടുക, അതേപോലെ തന്നെ എയറിനെ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് വിടുക എന്ന് പറഞ്ഞാൽ ആരുടെ പരിപാടിയാണ്? നിങ്ങളുടെ എപ്പിഗ്ലോട്ടിസിൻ്റെ പരിപാടിയാണ്. സോ അത് ആ ഡ്യൂട്ടി ചെയ്യുന്ന ആളാരാ? എപ്പിഗ്ലോട്ടിസ് ആണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പിഗ്ലോട്ടിസിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് നിങ്ങളുടെ ഫുഡ് റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് വരാൻ നമ്മളെല്ലാം പറയുന്ന കോമൺ ആയിട്ട് പറഞ്ഞ് തരിപ്പ് പോകാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ പെട്ടെന്ന് തരിപ്പ് പോകാന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നടക്കുന്നത് ഇയാളുടെ മിസ്ഫങ്ഷനിങ് കൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ലാരിങ്സ് ഉണ്ടല്ലോ, ഈ ലാരിങ്സ് കണ്ടിന്യൂ ചെയ്യും, താഴോട്ട് ഒരു ട്യൂബായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഈ ട്യൂബിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എൻ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജൻ സ്ട്രിങ് ആണ്. ഇൻകംപ്ലീറ്റ് കാർട്ടിലേജൻ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജൻ സ്ട്രിങ്? അതായത് ഇതൊരു റിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇതൊരു റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ റിങ്ങിൻ്റെ ഇനീഷ്യൽ ടു തേർഡ് ഈ ഏരിയ മുഴുവൻ കാർട്ടിലേജ് ആയിരിക്കും. ഈ ഏരിയ മുഴുവൻ കാർട്ടിലേജ് ആയിരിക്കും. ഇനീഷ്യൽ ടു തേർഡ് മുഴുവൻ കാർട്ടിലേജ് ആയിരിക്കും. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി കവർഡ് ബൈ കാർട്ടിലേജ്. നിങ്ങളുടെ ട്രക്കി ഒരിക്കലും മുഴുവൻ എന്ത് വെച്ചിട്ടുള്ള കവർ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ട്യൂബ്, അതായത് നിങ്ങളുടെ ലാരിങ്സ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ട്യൂബ് ഒരിക്കലും ഫുള്ളി കാർട്ടിലേജിനസ് അല്ല. അതൊരു ഇനീഷ്യൽ ടു തേർഡ് കാർട്ടിലേജൻസ് ആണ്. റിമൈനിങ് ബാക്കി പോസ്റ്റീരിയർ അല്ലെങ്കിൽ റിമൈനിങ് വൺ തേർഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് മസിൽസ്. ആ മസിൽസിനെ നമ്മളൊരു പേര് വിളിക്കും, അല്ലെങ്കിൽ ഈ ട്യൂബിനെ നമ്മളൊരു പേര് വിളിക്കും. ഈ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രക്കിയ. ട്രക്കിയ അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വിൻഡ് പൈപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൗണ്ട് ബോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ കണ്ടിന്യൂഷൻ നമ്മൾ വിളിക്കുന്നതാണ് ട്രക്കിയ. ട്രക്കിയുടെ പ്രത്യേകം എന്തായാലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാർട്ടിലേജ് ആയിരിക്കും കാണാൻ പറ്റുക, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി കവർഡ് ബൈ കാർട്ടിലേജ്. ബാക്കിൽ ഒരു മസിൽസ് ഉണ്ട്, ആ മസിൽസിനെ നമ്മളൊരു പേര് വിളിക്കും. ഈ മസിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രക്കിയാലിസ് മസിൽ. ദിസ് മസിൽ ഈസ് കോൾഡ് ട്രക്കിയാലിസ് മസിൽ. ഓക്കെ, അപ്പം നമുക്ക് തുടക്കത്തിൽ ഫ്രണ്ട് ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണുന്ന ഒരു ട്യൂബാണ്. നമുക്കൊക്കെ ഇവിടെ കാർട്ടിലേജൻ സ്ട്രിങ്സ് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ലേ? സോ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഇനീഷ്യലി ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് കാർട്ടിലേജൻ സ്ട്രിങ്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജൻ സ്ട്രിങ്. മറന്നു പോകരുത്. ഓക്കെ, സോ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇങ്ങനെ കാർട്ടിലേജ് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ? ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കാർട്ടിലേജൻസ് ഫ്ലാപ്പായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ട്രക്കിയ നമ്മൾ ഇവിടെ തൊട്ട്, അതായത് ലാരിങ്സ് കഴിഞ്ഞ് ട്രക്കിയ വരുന്നു. ട്രക്കിയ നേരെ താഴോട്ട് വരുന്നു. താഴോട്ട് വന്നിട്ട് നമ്മൾ വെർട്ടിബ്രേസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർട്ടിബ്ര ഉണ്ട്. നമുക്ക് സർവൈക്കൽ വെർട്ടിബ്ര ഉണ്ട്, നമുക്ക് തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, നമുക്ക് ലംബാർ വെർട്ടിബ്ര ഉണ്ട്, നമുക്ക് സാക്രൽ വെർട്ടിബ്ര ഉണ്ട്, നമുക്ക് കോക്കിക്സ് വെർട്ടിബ്ര ഉണ്ട് അല്ലേ? ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർട്ടിബ്ര നമുക്കുണ്ട്. നമ്മുടെ തൊറാസിക് വെർട്ടിബ്ര, അതായത് എൻ്റെ ചെസ്റ്റിൻ്റെ നേരെ പിൻഭാഗത്ത് ആ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിബ്രയെ നമ്മൾ വിളിക്കുന്നവരാണ് തൊറാസിക് വെർട്ടിബ്ര. ഈ തൊറാസിക് വെർട്ടിബ്ര എത്തുന്ന സമയത്ത് ഏത് തൊറാസിക് വെർട്ടിബ്ര? ഞാനിതാ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര. T5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര ആണ് അല്ലേ? ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയുടെ നേരെ ഫ്രണ്ടിൽ എത്തുന്ന സമയത്ത് എൻ്റെ ഈ ട്രക്കിയ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കില്ല. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബൈഫർക്കേറ്റഡ്. ബൈഫർക്കേറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ബൈഫർക്കേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ദിസ് ട്രക്കിയ ഈസ് ഗെറ്റിംഗ് ബൈഫർക്കേറ്റഡ്. ട്രക്കിയ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഈ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി ബ്രോങ്കസ്. അതായത് ഈ ഡിവിഷൻ്റെ സമയത്ത് ഡയമീറ്റർ കുറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ വേറെ പേര് വിളിക്കും, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് പ്രൈമറി ബ്രോങ്കസ്. ഈ പ്രൈമറി ബ്രോങ്കസ് ഡിവൈഡ് ചെയ്യും, എന്തിനെന്തായിട്ട് മാറും? സെക്കൻഡറി ബ്രോങ്കസ് ആയിട്ട് മാറും. ഈ സെക്കൻഡറി ബ്രോങ്കസ് ഡിവൈഡ് ചെയ്യും, എന്തായിട്ട് മാറും? ടെർഷറി ബ്രോങ്കസ് ആയിട്ട് മാറും. ഇതൊരു സൈഡ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, ഇതേപോലത്തെ ഡിവിഷൻ അടുത്ത സൈഡുണ്ട്. ഓക്കെ, അപ്പം ടെർഷറി ബ്രോങ്കസ് ആയിട്ട് മാറും. എന്നിട്ട് വീണ്ടും ഇവർ ഡിവൈഡ് ചെയ്യും. ഇതേ ആൾക്കാർ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടതാ? ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിവിഷൻസ് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബ്രോങ്കിയോൾ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബ്രോങ്കിയോൾ. അതെന്തായിട്ട് മാറും? വീണ്ടും ഡിവൈഡ് ചെയ്യും. എന്തിനെന്തായിട്ട് മാറും? സെക്കൻഡറി ബ്രോങ്കിയോൾ ആയിട്ട് മാറും അല്ലേ? അവർ വീണ്ടും ഡിവൈഡ് ചെയ്യും. നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ ബ്രോങ്കിയോൾ. ഇറ്റ് ഈസ് കോൾഡ് ടെർമിനൽ ബ്രോങ്കിയോൾ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ട്രക്കിയ റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ പാർട്ടായിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ ബ്രോങ്കിയോൾ. ഇനി ഈ ടെർമിനൽ ബ്രോങ്കിയോൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടെർമിനൽ ബ്രോങ്കിയോളിൻ്റെ ഏറ്റവും എൻഡിൽ
ടെർമിനൽ ബ്രോങ്കിയോളിൻ്റെ ഏറ്റവും എൻഡിൽ കുറച്ച് പ്രത്യേകതയുള്ളൊരു സ്ട്രക്ചർ ഇട്ട് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഇറഗുലർ വാൾഡാണ്, അല്ലെങ്കിൽ അത് ഇറഗുലർ വോളുള്ളൊരു സ്ട്രക്ചറാണ്. ഇറഗുലർ വോൾഡ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള വാസ്കുലറൈസ്ഡ് സ്ട്രക്ചറാണ്. വളരെ തിന്നായിട്ടുള്ള വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദാ ഇതിൻ്റെ ഏറ്റവും എൻ പാർട്ടിൽ കാണാൻ പറ്റും. ദാ നിങ്ങൾ ഈ ടെർമിനൽ ബ്രോങ്കിയോളിൻ്റെ ഏറ്റവും എൻ പാർട്ടിൽ നമുക്ക് ഇങ്ങനെ വളരെ ഇറഗുലർ വോൾഡ് ആയിട്ടുള്ള തിൻ വോൾഡ് ആയിട്ടുള്ള വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണുമ്പോൾ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. ഒന്ന് ഇറഗുലർ വോൾഡ് ആണ്, വളരെ തിന്നാണ്, വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ. അവരെ നമ്മളൊരു പേര് വിളിക്കും, ദീസ് ആർ കോൾഡ് ആൽവിയോളൈ. ദീസ് ആർ കോൾഡ് ആൽവിയോളൈ. ഓക്കെ, അത് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ദാ എല്ലാ ടെർമിനൽ ബ്രോങ്കിയോൾസിൻ്റെ ഇടയിൽ നമുക്ക് ഈ ആൽവിയോളിനെ കാണാൻ പറ്റും. അങ്ങനെ ഈ ടെർമിനൽ ബ്രോങ്കിയോൾസിൻ്റെ ഇടയിൽ നമുക്ക് ഇതാണ് നിങ്ങളുടെ ആക്ച്വലി റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ തൊട്ടായിരുന്നു തുടങ്ങി ഓർക്കുന്നുണ്ടോ? ഇതാ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇതാ ഇവിടെ തൊട്ടായിരുന്നു അല്ലേ. നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ടായിരുന്നു, നെയ്സൽ ക്യാവിറ്റി ഉണ്ടായിരുന്നു, ഇന്റേണൽ നോസ്ട്രിൽസ് ഉണ്ടായിരുന്നു, ഫാരിങ്സ് ഉണ്ടായിരുന്നു. ഫാരിങ്സ് കഴിഞ്ഞ് നമ്മൾ ആരെയാണ് വരച്ചത്? നമ്മൾ വരച്ചിരിക്കുന്നത് എന്താ പറയുക, ലാരിങ്സ്, പിന്നെ ഗ്ലോട്ടിസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രക്കിയ ഉണ്ടായിരുന്നു, പിന്നെ പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷറി ബ്രോങ്കസ്, പ്രൈമറി ബ്രോങ്കിയോൾ, സെക്കൻഡറി ബ്രോങ്കിയോൾ ആൻഡ് ടെർമിനൽ ബ്രോങ്കിയോൾ. അതിൻ്റെ എൻഡിൽ ഇറഗുലർ വോൾഡ് തിൻ വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ, വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ നമുക്കുണ്ടായിരുന്നു. അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു ആൽവിയോളൈ. ഇനി ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്. ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്കിതാ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ടിഷ്യൂ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇലാസ്റ്റിക് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് ഗ്രേറ്റർ റീകോയിലിംഗ് ടെൻഡൻസിയാണ് അല്ലേ. ആ ഇലാസ്റ്റിക് ടിഷ്യൂവിനെ നമ്മളൊരു പേര് വിളിക്കും. ഈ ഇലാസ്റ്റിക് ടിഷ്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ലങ്സ്. ഈ ഇലാസ്റ്റിക് ടിഷ്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ലങ്സ് അല്ലേ. ഈ ലങ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമുക്ക് അതായത് ഇലാസ്റ്റിക് ടിഷ്യൂ ആണ്, വലിച്ചാൽ അത് പെട്ടെന്ന് ഇൻഫ്ലേറ്റ് ചെയ്യും, വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ തന്നെ ഇരിക്കും. അത്തരത്തിലൊരു സ്ട്രക്ചറാണ് ഇലാസ്റ്റിക് ടിഷ്യൂ. സോ നമ്മുടെ ലങ്സും അങ്ങനെ തന്നെയാണ്, നമുക്കത് ഇൻഫ്ലേറ്റ് ചെയ്യാനും പറ്റും, ഡീഫ്ലേറ്റ് ചെയ്യാനും പറ്റും അല്ലേ. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ വോൾഡ് സ്ട്രക്ചർ ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡബിൾ വോൾഡ് സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതാ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വോള് ആരുമായിട്ട് ഓൾറെഡി അറ്റാച്ച്ഡ് ആയിരിക്കും, നിങ്ങളെ ലങ്സുമായിട്ട് ഫേംലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു വോൾ നമ്മളെ ലങ്സുമായിട്ട് വളരെ ഫേമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു വോൾ ഇതാ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കാണാൻ പറ്റും. സോ ലങ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ വോൾഡ് സ്ട്രക്ചർ അല്ലേ. അതിൽ ഒരു വോൾ ഇതിപ്പോൾ എൻ്റെ ലങ് ആണെന്നുണ്ടെങ്കിൽ ഒരു വോൾ വളരെ ഫേമായിട്ട് എവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും? ലങ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു വോൾ അതിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക അല്ലേ. ഈ സ്ട്രക്ചറിനെ നമ്മളൊരു പേര് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് പ്ലൂറ. ഈ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലൂറ എന്ന് വിളിക്കും. ഓക്കെ, ഈ പ്ലൂറയുടെ പ്രത്യേകത നമുക്ക് 2 ടൈപ്പ് പ്ലൂർ. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് മെയ്ഡ് ഡബിൾ ലെയർഡ് മെമ്പറൈൻ ആണല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു ലെയർ ദ ലെയർ വിച്ച് ഇസ് ഫേംലി അറ്റാച്ച്ഡ് വിത്ത് ദ ലങ്സ്, അതിനെ നമ്മളൊരു പേര് വിളിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ പ്ലൂറ. ഇന്നർ പ്ലൂറ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വിസറൽ പ്ലൂറ. രണ്ടാമത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ പ്ലൂറ. എന്താ വിളിക്കുക? ഔട്ടർ പ്ലൂറ. അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ദീസ് ആർ ഓൾസോ കോൾഡ് parietal pleura. നിങ്ങളെ പുസ്തകത്തിനകത്ത് ഏതാണുള്ളത് അത് മാത്രം പഠിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇന്നർ പ്ലൂറയും ഔട്ടർ പ്ലൂറയും മാത്രമുള്ളത്, ബാക്കിയുള്ള അതർ നെയിംസ് അതിനകത്ത് ഉണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് എവിടെ തൊട്ടാ തുടങ്ങുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. എവിടെയാണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ടായിരുന്നു, നെയ്സൽ ക്യാവിറ്റി ഉണ്ടായിരുന്നു, ഇന്റേണൽ നോസ്ട്രിൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ലാരിങ്സ്, ട്രക്കിയ, പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷറി ബ്രോങ്കസ്, പ്രൈമറി ബ്രോങ്കിയോൾ, സെക്കൻഡറി ബ്രോങ്കിയോൾ ആൻഡ് ടെർമിനൽ ബ്രോങ്കിയോൾ. സോ ബ്രോങ്കസിനാണോ ബ്രോങ്കിയോളാണോ ഡയമീറ്റർ കുറവ്? ആർക്കാണ്? ബ്രോങ്കിയോളാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും എൻഡിൽ എന്ത് കാണാൻ പറ്റും? ഇറഗുലർ വോൾഡ് തിൻ വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് അല്ലെങ്കിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമുക്ക് കാണാനുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ ഒരു ലങ് മാത്രമേ വെച്ചുള്ളൂ, അതേപോലെ നമുക്ക് ഇവിടെയും ഒരു ലങ് കൂടെ ഉണ്ട് അല്ലേ. നമുക്ക് വി ഹാവ് 2 ലങ്സ് അല്ലേ. ലെഫ്റ്റ് ലങ് ഉണ്ടായിരുന്നു, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ലങ് ഉണ്ട് അല്ലേ. നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലങ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ലങ്ങിന് കുറച്ച് വലിപ്പം കുറവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ പോർഷൻ, ഞാനതൊന്ന് മാറ്റി വരയ്ക്കാം. അവിടെ ഇത് നിങ്ങളുടെ ലെഫ്റ്റ് ലങ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മുടെ റൈറ്റ് ലങ് ഉണ്ടോ? ഓക്കെ, ഈ ലെഫ്റ്റ് ലങ്ങിന് ഇവിടെ നമുക്ക് ചെറിയ ഇത്തരത്തിലുള്ള ഒരു നോസ്ഡ് അപ്പിയറൻസ് കാണാൻ പറ്റും. അതായത് ചെറിയൊരു പോർഷൻ ഓഫ് ലെഫ്റ്റ് ലങ് ഈസ് ആബ്സെൻറ്റ് വെൻ കമ്പയർഡ് ടു റൈറ്റ് ലങ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഹാർട്ട് വരുന്നത് അല്ലേ. നമ്മുടെ ഹാർട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് നമുക്ക് ലങ് ആബ്സെൻ്റ് ആയിരിക്കും, ചെറിയൊരു പോർഷൻ മാത്രം. ബാക്കി എല്ലാ സാധനങ്ങളും ഈ ലങ്ങിനുണ്ട്. സോ ഈ 2 ലങ്ങും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് വലുത്? നിങ്ങളുടെ റൈറ്റ് ലങ്ങാണ് വലുത് വെൻ കമ്പയർഡ് ടു ലെഫ്റ്റ് ലങ്. ഇത്ര മാത്രം പഠിക്കുക. ഈ ഒരു പോർഷൻ നമ്മളൊരു പേര് വിളിക്കും, ഇറ്റ് ഇസ് കോൾഡ് കാർഡിയാക് നോച്ച്. ഓക്കെ, ഹാർട്ട് വരുന്നതുകൊണ്ട് അവിടെ ആബ്സെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കാർഡിയാക് നോച്ച് എന്ന് വിളിക്കും.
ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലങ്സ് റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? നിങ്ങളുടെ ലങ്സ് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കിതാ ഇവിടെ എന്ത് കാണാൻ പറ്റും മക്കളെ? നോക്കിയേ, നമുക്കിവിടെ ഇത്തരത്തിലുള്ള ഒരു ഡോം ഷേപ്പായിട്ടുള്ള ഒരു മസിൽ കാണാൻ പറ്റും. ഡോം ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ മിനാരം പോലെ കാണുന്ന ഒരു മസിൽ കാണാൻ പറ്റും അല്ലേ? ലങ്സ് ആക്ച്വലി റെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറത്താണ്. നിങ്ങളുടെ ലങ്സിൻ്റെ ബേസ് റെസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മസിലിൻ്റെ പുറത്താണ്. ഈ മസിൽ ഡോം ഷേപ്പാണ്. ആ മസിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് ഡോം ഷേപ്പാണ്. ഓക്കെ, അതുകൊണ്ട് ഈ മസിൽ നമ്മളൊരു പേര് വിളിക്കും. ഈ മസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. ഇറ്റ് ഈസ് കോൾഡ് ഡയഫ്രം. ഈ മസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനാറ്റമി ഓഫ് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശരിയല്ലേ? ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചേ, ദ ഫിഗർ ഷോസ് ഡയഗ്രാമാറ്റിക് വ്യൂ ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം വിത്ത് ലേബിൾസ് എ ബി സി ഡി. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് ഗിവ്സ് ദ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ദ മെയിൻ ഫംഗ്ഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാം. എ കൊടുത്തിരിക്കുന്നത് ഞാൻ ആ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറയാം. എ കൊടുത്തിരിക്കുന്നത് ട്രക്കിയക്കകത്തോട്ടാണ്. അപ്പോൾ എ ട്രക്കിയാണ്. ഇറ്റ് ഈസ് നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ട്രക്കിയ ഈസ് എ ലോങ് ട്യൂബ് സപ്പോർട്ടഡ് ബൈ കംപ്ലീറ്റ് കാർട്ടിലേജനസ് റിംഗ്. ആണോ? കംപ്ലീറ്റ് കാർട്ടിലേജനസ് റിംഗ് ആണോ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇത് നിങ്ങളുടെ ട്രക്കിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ 2/3 കാർട്ടിലേജ് ആണ്, റിമൈനിങ് 1/3 മസിലാണ്. ആ മസിൽ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ട്രക്കിയാലിസ് മസിൽ അല്ലേ? സോ ഇനീഷ്യൽ 2/3 എന്തായിരുന്നു? കാർട്ടിലേജ് ആയിരുന്നു. റിമൈനിങ് 1/3 എന്താണ്? സോ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജനസ് റിംഗ്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജനസ് റിംഗ് അല്ലേ? കണ്ടക്ടിങ് ഇൻസ്പൈഡർ. ഓക്കെ, രണ്ടാമത് പ്ലൂറൽ മെംബ്രെയിൻ സറൗണ്ട് റിബ്സ് ഓൺ ബോത്ത് സൈഡ്സ് പ്രൊവൈഡ് കുഷൻ അഗെയിൻസ്റ്റ് റബ്ബിംഗ്. അല്ല, നിങ്ങളുടെ പ്ലൂറ ആക്ച്വലി ലങ്സുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പ്ലൂറയ്ക്ക് ഡയറക്റ്റ് ആരുമായിട്ട് അറ്റാച്ച്ഡ് ഇല്ല, നിങ്ങൾ റിബ്സുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. ഓക്കെ, സോ അതും തെറ്റാണ്. സോ ഒന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെ ആൽവിയോളൈ. ഇറ്റ് ഈസ് എ തിൻ വാൾഡ് വാസ്കുലർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഡി എന്താ പറയുന്നത്? ലോവർ എൻഡ് ഓഫ് ദി ലങ് ഡയഫ്രം പുൾസ് ഡൗൺ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ഇതാണ് ഡി. ഡി എന്ന് പറഞ്ഞാൽ ലോവർ എൻഡ് ഓഫ് ദി ലങ് അല്ല. ഈ ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഡയഫ്രം ഇറ്റ് സെൽഫ്. ഇതാണ് ഡയഫ്രം. ഡി ലോവർ എൻഡ് ഓഫ് ദി ലങ് അല്ല, ഡി ഈസ് ഡയഫ്രം ഇറ്റ് സെൽഫ്. സോ നമുക്ക് ഇത് ആദ്യത്തെ ആൻസർ കിട്ടി, ദാറ്റ് വിൽ ബി ആൽവിയോളൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. സോ നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അനാറ്റമി ഓഫ് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിരുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഇത്ര നേരം ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്, നമ്മുടെ ലങ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ നമ്മൾ 2 സോണായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ we will divide the respiratory tract into 2 zones. അതിനകത്ത് ആദ്യത്തെ സോൺ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടക്ടിങ് സോൺ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കണ്ടക്ടിങ് സോൺ. ആദ്യത്തെ സോൺ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടക്ടിങ് സോൺ എന്നാണ്. അതായത് എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ഫംഗ്ഷൻസ് ആണ്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ we are dividing the entire respiratory tract into 2 zones. ഏതാണ്? ആദ്യത്തെ സോൺ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടക്ടിങ് സോൺ. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഫംഗ്ഷൻ മിയർലി കണ്ടക്ഷൻ ആണ്, വേറെ ഒന്നുമല്ല അല്ലേ? പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് കണ്ടക്ടിങ് സോൺ. സോ അവരുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? വിൽ ബി കണ്ടക്ഷൻ അല്ലേ? അപ്പോൾ എവിടെ തൊട്ടാണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട്. ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് എവിടം വരെ? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ഏറ്റവും അവസാനത്തെ പാർട്ടായിട്ടുള്ള ടെർമിനൽ ബ്രോങ്ക്യൂൾസ് വരെ. എവിടെയാണ്? ടെർമിനൽ ബ്രോങ്ക്യൂൾസ് വരെ. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ടെർമിനൽ ബ്രോങ്ക്യൂൾസ് വരെ ഏതാണ്? നിങ്ങളുടെ കണ്ടക്ടിങ് സോണാണ് അല്ലേ? രണ്ടാമത് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ നമ്മൾ രണ്ടാമത്തെ സോൺ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പറയും എക്സ്ചേഞ്ച് സോൺ. അപ്പോൾ എന്തായിരിക്കും എക്സ്ചേഞ്ച് സോണിൻ്റെ ഫംഗ്ഷൻ? അവിടെ വെച്ചിട്ടാണ് ഗ്യാസിനെ എക്സ്ചേഞ്ച് നടത്തുന്നത്, ശരിയല്ലേ അല്ലേ? സോ ആ എക്സ്ചേഞ്ച് സോൺ ആരൊക്കെയാണ്? ആൽവിയോളൈ ആൻഡ് ആൽവിയോളർ ഡക്റ്റ്. ആൽവിയോളർ ആൻഡ് ആൽവിയോളർ ഡക്റ്റ് ടുഗദർ ഫോംസ് ഏതാണ്? എക്സ്ചേഞ്ച് സോൺ. ഏതാണ് ആൽവിയോളർ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ വരച്ചിരിക്കുന്ന ഈ പാട്ട് കണ്ടോ? നിങ്ങളുടെ ടെർമിനൽ ബ്രോങ്ക്യോളിനെയും അതേപോലെ തന്നെ നമ്മുടെ ആൽവിയോളെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു ചെറിയ പാട്ട് കണ്ടോ? അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ആൽവിയോളർ ഡക്റ്റ്. സോ ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ വി ആർ ഡിവൈഡിംഗ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻടു 2. ഏതൊക്കെയാണ്? ഒന്നാമത് കണ്ടക്ടിങ് സോൺ, രണ്ടാമത് എക്സ്ചേഞ്ച് സോൺ. എന്തായിരുന്നു കണ്ടക്ടിങ് സോൺ? ബിഗിനിങ് ഫ്രം ദി എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ടിൽ ദി ടെർമിനൽ ബ്രോങ്ക്യൂൾ. എന്താണ് എക്സ്ചേഞ്ച് സോൺ? ആൽവിയോളൈ ആൻഡ് ആൽവിയോളർ ഡക്റ്റ് ടുഗദർ ഫോംസ് എക്സ്ചേഞ്ച് സോൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് അനാറ്റമി ഓഫ് റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് പറയാനുള്ളത്. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനും ആൻസർ ചെയ്തു. എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ബേസിക് അനാറ്റമിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് മക്കളെ?
ഓക്കെ, സോ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം അല്ലേ. നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിപ്പോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഏത്? നിങ്ങളുടെ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. എന്താണ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കുറേ എയർ അകത്തോട്ട് എടുക്കുന്നു, കുറേ എയർ പുറത്തോട്ട് വിടുന്നു, കുറേ എയർ അകത്തോട്ട് എടുക്കുന്നു, കുറേ എയർ പുറത്തോട്ട്, ശ്വാസം വിട്ടും വലിച്ചും കളിക്കുക. ഇത് മാത്രം നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യാനുള്ളത് അല്ലേ. സോ ഈ ടേം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എന്താണ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്? വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എല്ലാവരും പൊതുവെ ചെയ്യാറുള്ളത്, അതിനകത്ത് കുറേ ഡെഫിനേഷൻസ് ഉണ്ട്, അതങ്ങ് ബൈ ഹാർട്ട് പഠിക്കും. എന്നിട്ടോ എക്സാമിന് ആ ഡെഫിനേഷൻ ഒന്നും ആയിരിക്കില്ല അവർ ചോദിക്കുക. അവർ മിക്കവാറും ഒരുപാട് നമുക്ക് ഇക്വേഷൻസ് അങ്ങ് തരും. ആ ഇക്വേഷൻസിനകത്ത് നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും, ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പെട്ടെന്നൊന്ന് പഠിക്കാം. എന്നിട്ട് അതിൻ്റെ എന്ത് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. മക്കളെ, എന്താണ് ബേസിക്കലി വോളിയം എന്ന് പറഞ്ഞാൽ? അത് പറയുന്ന മുന്നേ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ വി ഹാവ് നോർമൽ ഇൻസ്പിറേഷൻ. ഞാനിപ്പോൾ ഇതെൻ്റെ നോർമൽ ഇൻസ്പിറേഷനാണ് അല്ലേ, ഇതെൻ്റെ നോർമൽ എക്സ്പിറേഷനാണ്. അതേപോലെ തന്നെ എനിക്ക് എന്തുണ്ട്, ഫോഴ്സ് ഇൻസ്പിറേഷനുണ്ട്, ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ഉണ്ട് അല്ലേ. സോ നമുക്ക് ഒരുപാട് ടൈപ്പ് ഇൻസ്പിറേഷൻ ഉണ്ട്. ഇനി നമ്മുടെ ഇൻസ്പിറേഷൻ ഷോർട്ടായിരിക്കും, എക്സ്പിറേഷൻ ലോങ്ങർ ആയിരിക്കും, എക്സ്പിറേഷൻ ഷോർട്ടായിരിക്കും, ഇൻസ്പിറേഷൻ ലോങ്ങർ ആയിരിക്കും. അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ് പാറ്റേൺ നമുക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ആവശ്യമുള്ളത് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന 2 ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് നോർമൽ ഇൻസ്പിറേഷനും അതേപോലെ തന്നെ നോർമൽ എക്സ്പിറേഷനും. രണ്ടാമത്തതോ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷനും അതേപോലെ തന്നെ ഫോഴ്സ്ഡ് എക്സ്പിറേഷനും. ഈ 4 കാര്യങ്ങൾ മാത്രം നിങ്ങൾ തൽക്കാലം ഓർത്തിരുന്നാൽ മതി. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെ? നോർമൽ ഇൻസ്പിറേഷനും നോർമൽ എക്സ്പിറേഷനും ഫോഴ്സ്ഡ് ഇൻസ്പിറേഷനും അതേപോലെ തന്നെ ഫോഴ്സ്ഡ് എക്സ്പിറേഷനും. ഈ 4 ടൈപ്പ് ബ്രീത്ത് മാത്രം നിങ്ങൾ തൽക്കാലത്തേക്ക് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് പറയാൻ പറ്റും? വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങൾ ആലോചിക്കും, ഞാനൊന്ന് ഇപ്പോൾ നോർമലി ഇൻസ്പയർ ചെയ്യണം, ഞാനല്ല നിങ്ങളും എൻ്റെ കൂടെ ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് നോർമലി ഇൻസ്പയർ ചെയ്തേ. നോർമലി ഇൻസ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? യു ആർ ടേക്കിംഗ് സം എമൗണ്ട് ഓഫ് എയർ ഇൻ ടു ദ ലങ്സ് അല്ലേ. നിങ്ങൾ നോർമലി എക്സ്പയർ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ അതേപോലെ തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് എയർ പുറത്തോട്ട് കളയുകയും ചെയ്യുന്നുണ്ട്. അകത്തോട്ട് എടുക്കുന്നുണ്ട്, സർട്ടൻ എമൗണ്ട് ഓഫ് എയർ പുറത്തോട്ട് കളയുന്നുണ്ട് അല്ലേ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വോളിയംസ്. ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് യു ആർ ഇൻടേക്കിംഗ് അല്ലേ, ഓർ യു ആർ എന്താ പറയുക ബ്രിങ്ങിങ് ഇറ്റ് ഔട്ട് അല്ലേ, ഡ്യൂറിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ്. നിങ്ങൾ ഡിഫറെൻറ്റ് ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളിയംസ്. കാരണം നിങ്ങൾ നോർമലി ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അകത്തോട്ട് എടുക്കുന്ന എമൗണ്ട് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വോളിയമാണ്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വോളിയമാണ്. നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയാണ് നോർമൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നോർമൽ ഇൻസ്പിറേഷൻ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന എമൗണ്ട് ഓഫ് എയർ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഇനി ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ്റെ സമയത്തോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ അകത്തോട്ട് എടുക്കുന്ന എമൗണ്ട് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സർട്ടൻ എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ്ങിനകത്തും നമ്മൾ അകത്തോട്ട് എടുക്കുന്ന എമൗണ്ട് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ് അല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ്ങിനകത്ത് നമ്മൾ അകത്തോട്ട് എടുക്കുന്ന പുറത്തോട്ട് വിടുന്ന ക്വാണ്ടിറ്റി ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളിയംസ്. കപ്പാസിറ്റീസ് എന്ന് നമ്മൾ പിന്നെ പറയും. തൽക്കാലം ഇപ്പോൾ വോളിയംസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് 4 വോളിയത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ വോളിയം ഏതെന്ന് വെച്ചാൽ ആ വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. ഇറ്റ് ഈസ് കോൾഡ് ടൈഡൽ വോളിയം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ഇനി എന്താണ് ടൈഡൽ വോളിയം? മക്കളെ, ടൈഡൽ വോളിയത്തിന് 3 ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ടൈഡൽ വോളിയം എത്ര ഡെഫിനേഷൻ പഠിക്കാണ്ട്? 3 ഡെഫിനേഷൻ. നിങ്ങളുടെ പുസ്തകത്തിനകത്തൊക്കെ ഡെഫിനേഷൻ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമ്മളൊരു ഫ്രഷ് ആയിട്ട് പഠിക്കാം. ടൈഡൽ വോളിയത്തിന് 3 ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. ചിന്തിക്കുന്നുണ്ടാവും, ഒരു ഡെഫിനേഷൻ തന്നെ പഠിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് പണ്ടാരക്കാലം 3 ഡെഫിനേഷൻ പറയുന്നത്. എളുപ്പമാണ്, പേടിക്കണ്ട, ബിലീവ് മീ, വളരെ എളുപ്പമാണ് ഈ സാധനം പഠിക്കാൻ. ടൈഡൽ വോളിയം എന്താണ്? ടൈഡൽ വോളിയത്തെ നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്ന പേര് ടി വി എന്നാണ്. ടി വി. ഓക്കെ, ടൈഡൽ വോളിയത്തെ നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്ന പേര് ടി വി എന്നാണ്. വാട്ട് ഡു യു മീൻ ബൈ ടൈഡൽ വോളിയം? ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബ്രീത്തിന് അൺഅവെയർ ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ അല്ലേ. അതായത് ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും നമ്മളെ ബ്രീത്തിന് കോൺഷ്യസ് ആണോ? അല്ല. ആ സമയത്ത് നിങ്ങൾ അകത്തോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് വിടുന്ന വോളിയം ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. സോ അതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഞാൻ പറഞ്ഞു 3 ഡെഫിനേഷൻ ഉണ്ട് അല്ലേ. സോ ടൈഡൽ വോളിയത്തിൻ്റെ ഡെഫിനേഷൻ നമ്പർ 1 എന്താണ്? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. പറഞ്ഞേ, ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. ഒറ്റ തവണ കൂടെ ഏതാണ്? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ് അല്ലേ. സോ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ബ്രീത്തിങ് ആണ്. ഇൻ ടേംസ് ഓഫ് ബ്രീത്തിങ്.
അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ബ്രീത്ത് എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. ഇനി ടൈഡൽ വോളിയത്തിന് രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? വളരെ എളുപ്പമാണ്. ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഡ്യൂറിങ് നോർമൽ ഇൻസ്പിറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് ബ്രീത്തിങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ അകത്തോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് വിടുന്ന. ഏത് സമയത്ത് നിങ്ങളെ ബ്രീത്തിന് അവയർ അല്ലാതിരിക്കുന്ന സമയത്ത് അകത്തോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് വിടുന്ന വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതിന്റെ കേസിലായിരുന്നു? ബ്രീത്തിങ്ങിന്റെ കേസിലാണെങ്കിൽ രണ്ടാമത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. ഇൻ ടേംസ് ഓഫ് ഇൻസ്പിറേഷൻ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഡ്യൂറിങ് നോർമൽ ഇൻസ്പിറേഷൻ. പറഞ്ഞേ, ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഡ്യൂറിങ് നോർമൽ ഇൻസ്പിറേഷൻ. അപ്പോൾ അടുത്ത ഏതിന്റെ ടേംസിലായിരിക്കും? ഇൻ ടേംസ് ഓഫ് എക്സ്പിറേഷൻ. ഇൻ ടേംസ് ഓഫ് എക്സ്പിറേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഡ്യൂറിങ് നോർമൽ എക്സ്പിറേഷൻ. സോ 3 ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത് ഇൻ ടേംസ് ഓഫ് ബ്രീത്തിങ് പഠിക്കാനുണ്ട്. ഡെഫിനേഷൻ എന്തായിരുന്നു? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. രണ്ടാമത്തത് ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഡ്യൂറിങ് നോർമൽ ഇൻസ്പിറേഷൻ. മൂന്നാമത്തത് ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഡ്യൂറിങ് നോർമൽ എക്സ്പിറേഷൻ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.5 ലിറ്റർ അല്ലെങ്കിൽ 500 ml ആണ്. എത്രയാണ്? 500 ml ആണ്. ഒരു ബ്രീത്ത് എടുക്കുന്ന സമയത്ത്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനതാ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ എപ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തപ്പോഴും നമ്മളൊക്കെ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ബ്രീത്തിന് അൺഅവെയർ ആയിരിക്കുന്ന സമയത്ത്, അൺഅവെയർ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രീത്തിന് കോൺഷ്യസ് അല്ലാതിരിക്കുന്ന സമയത്ത് അല്ലേ, നിങ്ങൾ അകത്തോട്ട് എടുക്കുന്ന വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 500 ml. നിങ്ങൾ എക്സ്പയർ ചെയ്യുന്ന വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 500 ml. ക്ലിയർ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? പറഞ്ഞേ, ടൈഡൽ വോളിയം. ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 500 ml. അതാണ് അല്ലേ? അപ്പോൾ നോർമൽ ഇൻസ്പിറേഷൻ്റെ സമയത്ത്, നോർമൽ എക്സ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ അകത്തോട്ട് എടുക്കുന്ന പുറത്തോട്ട് വിടുന്ന വോളിയം ഓഫ് എയർ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഇസ് കോൾഡ് ടൈഡൽ വോളിയം. ഓക്കെ. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇറ്റ് ഇസ് കോൾഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്ന, നിങ്ങളെല്ലാവരും ഇത് ചാപ്റ്റർ തറവായിരിക്കും മിക്കവാറും. സോ എന്തായാലും ഒന്ന് റിവിഷനായിട്ട് കണ്ടാൽ മതി. ഓക്കെ. സോ വാട്ട് യു മീൻ ബൈ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? ഇവിടെ തൊട്ടാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാം. ടൈഡൽ വോളിയം ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് മക്കളെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് ഇൻസ്പിറേഷൻ ഉണ്ട്. അതൊക്കെയാണ്, ഒന്ന് നോർമൽ ഇൻസ്പിറേഷൻ ഉണ്ട്, രണ്ടാമത് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ഉണ്ട്. ഒന്ന് നോർമൽ ഇൻസ്പിറേഷൻ ഉണ്ട്, രണ്ടാമത് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ഉണ്ട്. നോർമൽ ഇൻസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ അകത്തോട്ട് എടുക്കുന്ന വോളിയം ഓഫ് എയർ നമ്മൾ എന്താ വിളിച്ചത്? ഇറ്റ് ഇസ് കോൾഡ് ടൈഡൽ വോളിയം അല്ലേ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടൈഡൽ വോളിയത്തിൻ്റെ 3 ഡെഫിനിഷൻ ഒറ്റ തവണ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയാണ് നമ്മൾ ടൈഡൽ വോളിയത്തിന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്? ഓക്കെ. അപ്പോൾ നമ്മൾ ടൈഡൽ വോളിയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. നമുക്ക് നോക്കാം എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോർമൽ ഇൻസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ അകത്തോട്ട് എടുക്കുന്ന വോളിയം ഓഫ് എയർ നമ്മൾ എന്താ വിളിച്ചത് മക്കളെ? ഇറ്റ് ഇസ് കോൾഡ് ടൈഡൽ വോളിയം അല്ലേ? ഇനി നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്ന് ഇൻസ്പയർ ചെയ്ത് നോക്കിയേ. ഞാൻ പറഞ്ഞു ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്ന സമയത്തും നോർമൽ ഇൻസ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ അകത്തോട്ട് വരുന്ന വോളിയം ഓഫ് എയർ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്, ക്വൈറ്റ്ലി ഡിഫറെൻറ്റ്. രണ്ടും രണ്ടാണ് അല്ലേ? നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന 500 ml നമ്മൾ എന്താ വിളിക്കാം? ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ടൈഡൽ വോളിയം. നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എക്സ്പയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ആദ്യം പുറത്ത് വിടുന്ന 500 ml നമ്മൾ എന്ത് വിളിക്കും? ടൈഡൽ വോളിയം എന്ന് വിളിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നോർമൽ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്താലും ആദ്യം വരുന്ന 500 ml ഞാൻ എന്ത് വിളിക്കും? ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ചെയ്യാം. എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത് നോക്കിയേ. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യണം. ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യം കയറി വരുന്ന വോളിയത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഡെഫിനറ്റ്ലി ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ആ ടൈഡൽ വോളിയം മാത്രമാണോ നിങ്ങൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്? അല്ല, ടൈഡൽ വോളിയത്തിന് പുറമേ സർട്ടൻ എമൗണ്ട് ഓഫ് എയർ കൊണ്ട് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? എപ്പം? നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത സമയത്ത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? വാട്ട് ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? വളരെ എളുപ്പമാണ് ഡിഫൈൻ ചെയ്യാൻ. ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. ശ്രദ്ധിച്ചോളാം, ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ എപ്പം? ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. ഏതിനേക്കാൾ മുകളിൽ? ഓവർ ആൻഡ് അബവ് ടൈഡൽ വോളിയം അല്ലേ? ഞാനിപ്പോൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു, ആദ്യം കയറി വരുന്ന 500 ml ഏതാ? ഡെഫിനറ്റ്ലി അതേതാണ്? ടൈഡൽ വോളിയമാണ്. അതിൻ്റെ മുകളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ അകത്തോട്ട് എടുക്കുന്ന വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. സോ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ എമൗണ്ട് ഓഫ് എയർ
എ പേഴ്സൺ ക്യാൻ ബ്രീത്ത്. ശ്രദ്ധിക്കുക, ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ. ഓവർ ആൻഡ് എബവ് tidal volume, over and above tidal volume during forceful inspiration, അപ്പോൾ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യും. എങ്ങനെ പറഞ്ഞാൽ the amount of air a person can inspire ഏതിനേക്കാൾ മുകളിൽ ഓവർ ആൻഡ് അബവ് ടൈഡൽ വോളിയം. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ടൈഡൽ വോളിയത്തിന് പുറമെ നമ്മൾ എന്താണോ അകത്തോട്ട് വലിച്ചു കയറ്റുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്താ വിളിക്കുക? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 2.5 to 3 ലിറ്റർ. എത്രയാണ്? 2.5 to 3 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? സോ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് എന്തായിരിക്കും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഓവർ ആൻഡ് അബവ് ടൈഡൽ വോളിയം ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. അല്ലേ? അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു, അതിനകത്ത് ടൈഡൽ വോളിയത്തിന് അങ്ങ് മാറ്റി വെച്ചു, ബാക്കി എന്ത് വരുന്നു അതിനെ നമ്മളെന്ത് വിളിച്ചു? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിച്ചു. അത് എത്രയാണ്? 2.5 to 3 ലിറ്റർ ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ്. ഏതാണ്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ തന്നെ പറഞ്ഞേ. അതായത് ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ. അല്ലേ? എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം പുറത്ത് പോകുന്ന ആളാരാ? ഡെഫിനറ്റ്ലി ടൈഡൽ വോളിയം ആയിരിക്കും. അല്ലേ? ആ ടൈഡൽ വോളിയത്തിന് പുറമെ നമുക്ക് ആരെ പുറത്ത് വിടാൻ പറ്റുമോ അവരെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും എക്സ്പിറേറ്ററി റിസർവ് വോളിയം. സോ ഒന്ന് ഡിഫൈൻ ചെയ്തേ. ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഓവർ ആൻഡ് എബവ് ടൈഡൽ വോളിയം ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഇതിന്റെ നേരെ തിരിച്ച് എക്സ്പയർ ആക്കി കൊടുത്താൽ മതി. ഒന്നുകൂടെ പറഞ്ഞേ. ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഓവർ ആൻഡ് എബവ് ടൈഡൽ വോളിയം ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. That will be approximately 1 to 1.1 ലിറ്റർ ആണ്. എത്രയാണ്? 1 to 1.1 ലിറ്റർ ആണ് നമ്മളെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. സോ നമ്മൾ 3 വോളിയംസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ആദ്യം എന്തായാലും ടൈഡൽ വോളിയം 3 ഡെഫിനേഷൻ പറഞ്ഞു. അടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അല്ലേ? അടുത്തത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് മൂന്നൊന്ന് ക്വിക്കായിട്ട് നോക്കിയേ. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഒന്ന് പെട്ടെന്ന് നോക്കിയേ. ഓക്കെ. സോ ഇനി നമുക്ക് പറയാനുള്ള ഒരു വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി റെസിഡ്യുവൽ വോളിയമാണ്. ഇതാണ് റെസിഡ്യുവൽ വോളിയം. എന്താണ് മക്കൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ? റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും ദർ വിൽ ബി സർട്ടൻ എമൗണ്ട് ഓഫ് എയർ വിത്ത് വിച്ച് യു കനോട്ട് എക്സ്പെൽഡ് ഔട്ട്. നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പെൽ ഔട്ട് ചെയ്യാൻ പറ്റാത്ത സർട്ടൻ എമൗണ്ട് ഓഫ് എയർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? റെസിഡ്യുവൽ വോളിയം. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയുള്ള നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. ഓക്കെ. അതായത് നിങ്ങൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എയർ ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്ത് കളയാൻ പറ്റില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പറഞ്ഞ റെസിഡ്യുവൽ വോളിയം. സോ ദർ വിൽ ബി സർട്ടൻ എമൗണ്ട് ഓഫ് എയർ വിത്ത് വിച്ച് വി കനോട്ട് എക്സ്പെൽഡ് ഔട്ട്. നമുക്ക് ഒരിക്കലും എക്സ്പെൽ ഔട്ട് ചെയ്യാൻ പറ്റാത്ത സർട്ടൻ എമൗണ്ട് ഓഫ് എയർ എപ്പോഴും ഇതിനകത്തുണ്ട്? ലങ്സിനകത്തുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം. നിങ്ങൾക്കറിയാം നമ്മുടെ ലങ്സിൻ്റെ പ്രത്യേകത, ലങ്സിന് ഹൈലി എന്താ പറയുക, റീകോയിലിംഗ് ടെൻഡൻസി കൂടുതലാണ്. അല്ലേ? അതായത് റീകോയിലിംഗ് ടെൻഡൻസി എന്ന് വെച്ചാൽ അവർക്ക് വളരെ ഇലാസ്റ്റിക് ടിഷ്യൂ ആണ്, അവർക്ക് വളരെ അടുത്തിരിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. നമ്മൾ ഫീറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ബോഡിക്കകത്ത് ആക്ച്വലി നമ്മൾ റെസ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മളൊരു ഫ്ലൂയിഡിനകത്താണ് നമുക്ക് അത് റെസ്പയർ, നമ്മൾ മൂക്കിനകത്തോടെ ഫ്ലൂയിഡ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സർക്കുലേഷൻ ഉണ്ട്. ആ സർക്കുലേഷൻ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഇസ് കോൾഡ് ഫീറ്റൽ സർക്കുലേഷൻ. എന്താ വിളിക്കാം? ഫീറ്റൽ സർക്കുലേഷൻ. അമ്മ ശ്വസിക്കുന്ന എയറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് അമ്മയാണ് പുറത്ത് കളയുന്നത്. അല്ലേ? സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫിറ്റസ്. അതിന് നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഇസ് കോൾഡ് പ്ലാസൻ്റ. ആ പ്ലാസൻ്റയ്ക്ക് അകത്തോടെയും പുറത്തോടെയും കുറേ ആൾക്കാർ ഇങ്ങനെ പോയി വരുന്നുണ്ട്. അകത്തോട് ഓക്സിജൻ വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നുണ്ട്. പക്ഷേ വൺസ് നമ്മൾ പുറത്തെത്തി കഴിഞ്ഞാൽ, നമ്മുടെ ബർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ലങ്സ് ഒരു ഇലാസ്റ്റിക് ടിഷ്യൂ ആണ്. അതിന് വളരെ അടുത്തടുത്തിരിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതൽ. ലങ്സ് മീൻസ് ആൽവിയോളൊക്കെ വളരെ അടുത്തടുത്തിരിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഓക്കെ. പക്ഷേ വൺസ് നമ്മൾ ആദ്യമായിട്ട് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ ലങ്സ് കുറച്ചൊന്ന് ഇൻഫ്ലേറ്റഡ് ആവും. എന്തിനാണ്? അതായത് കംപ്ലീറ്റ്ലി എന്താ പറയുക, കൺസ്ട്രക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഇസ് കോൾഡ് കൊളാപ്സ് ഓഫ് ലങ്സ്. അതായത് നമ്മുടെ ആൽവിയോളെ കംപ്ലീറ്റ്ലി അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്നവരാണ് കൊളാപ്സ് ഓഫ് ലങ്സ്. ഈ കൊളാപ്സ് ഓഫ് ലങ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ലങ്സിൽ ഒരു സർട്ടൻ വോളിയം ഓഫ് എയർ ഉണ്ട്. നമുക്ക് ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്ത് കളയാൻ പറ്റില്ല. അല്ലേ? അതെന്തിനാണ്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ കൊളാപ്സ് ഓഫ് ലങ്സ്. കൊളാപ്സ് ഓഫ് ലങ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ലങ്സിനകത്ത് എപ്പോഴും കാണുന്ന ഒരു വോളിയം ഓഫ് എയർ ഉണ്ട്. ആ വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം. അപ്പോൾ റെസിഡ്യുവൽ വോളിയത്തിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസിഡ്യുവൽ വോളിയം? നമ്മളെന്താ പറയുക? റെസിഡ്യുവൽ വോളിയത്തിൻ്റെ ഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ്
കൊളാപ്സ് ഓഫ് ലങ്സ്, ടു പ്രിവെൻറ്റ് കൊളാപ്സ് ഓഫ് ലങ്സ്. കൊളാപ്സ് ഓഫ് ലങ്സ്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഫംഗ്ഷൻ റെസിഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം എന്താ, ഇത് നമ്മളെ ലങ്സിൻ്റെ, അതായത് ലങ്സ് അതിൻ്റെ ടിഷ്യൂസ് കംപ്ലീറ്റ് വളരെ അടുത്ത് വന്ന് അത് വളരെ ചുരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല അല്ലേ. സോ ആ ചുരുങ്ങിയിരിക്കില്ല, ആ കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യുന്ന സർട്ടൻ വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം. എന്താ വിളിക്കുക? റെസിഡ്യുവൽ വോളിയം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇനി റെസിഡ്യുവൽ വോളിയം, ഇനി റെസിഡ്യുവൽ വോളിയത്തിന് 1-2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് നമുക്ക് പറഞ്ഞു പോകാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു എന്താ പറയുക, ഫുൾ ടേം ആയിട്ടുള്ള ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ ഒരു ഡോക്ടർ ഡെലിവറി എടുക്കുകയാണ്. ഡെലിവറി എടുക്കുന്ന സമയത്ത് കുട്ടി അൺഫോർച്ചുനേറ്റ്ലി മരിച്ചിട്ടുണ്ട് അല്ലേ. അമ്മ ഒരു കാര്യം പറയാണ്, ഞാൻ കുട്ടി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഡോക്ടർ ക്ലെയിം ചെയ്യുന്നത് കുട്ടി ജനിക്കുമ്പോഴേ മരിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ പറയുന്നത് ഒന്ന് സ്റ്റിൽ ബർത്ത് ആണ്, മറ്റേത് ലൈവ് ബർത്ത് ആണെന്നാണ് പറയുന്നത്. ജനിക്കുമ്പോഴേ മരിച്ചിട്ടുണ്ട്, മറ്റേത് ജനിച്ച് കഴിഞ്ഞിട്ടാണ്. അല്ല, കരയാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ്, കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ അറൈസ് എ ഡിസ്പ്യൂട്ട്. ആ ഡിസ്പ്യൂട്ട് നേരെ കോടതിയിലോട്ട് പോകും. കോടതി ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ നടത്തും. ലോങ് സ്റ്റോറി ഷോർട്ട്, എന്താ സംഭവിക്കുക, ഈ കുട്ടിയുടെ ലങ്സ് എടുക്കും. ലങ്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ അങ്ങോട്ട് നോക്കും. വെള്ളത്തിലിട്ട് നോക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ, അമ്മ എന്താ പറഞ്ഞിരിക്കുന്നത്, കുട്ടി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കരയുമ്പോൾ നമ്മൾ സർട്ടൻ എമൗണ്ട് ഓഫ് എയർ അകത്തോട്ട് എടുത്തിട്ടാണ് കരയാറല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലങ്സിനകത്ത് എന്ത് കയറിയിട്ടുണ്ടാവും, എയർ കയറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് ദാറ്റ് ലങ്സ് വിൽ ഫ്ലോട്ട്, ആ ലങ്സ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നേരെ മറിച്ച് ഡോക്ടർ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്താ പറയുക, ജനിക്കുമ്പോഴേ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി കരയില്ല, അവരുടെ ബോഡിക്കകത്ത് എന്തെത്തില്ല, എയർ എത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലങ്സിനകത്ത് അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ലങ്സ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ സിങ്ക്, അത് മുങ്ങിപ്പോകും അല്ലേ. അപ്പം നമുക്ക് ഒരു ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ലൈവ് ബർത്ത് ആണോ സ്റ്റിൽ ബർത്ത് ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഏത് വോളിയമാണ്, ദാറ്റ് വിൽ ബി റെസിഡ്യുവൽ വോളിയം. പക്ഷേ റെസിഡ്യുവൽ വോളിയത്തിന് ഫംഗ്ഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ കൊളാപ്സ് ഓഫ് ലങ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നമ്മൾ എങ്ങനെ റെസിഡ്യുവൽ വോളിയത്തിനെ ഡിഫൈൻ ചെയ്യും അല്ലേ, എങ്ങനെ ഡിഫൈൻ ചെയ്യും പറഞ്ഞേ, ദ എമൗണ്ട് ഓഫ് എയർ which is remaining in the lungs even after forceful expiration. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എത്ര എക്സ്പയർ ചെയ്താലും ഒരു certain amount of air ഉണ്ട്, അതിന് നിങ്ങൾക്ക് പുറത്ത് കളയാൻ പറ്റില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം. പറഞ്ഞേ, the amount of air a person can the amount of air which is remaining in the lungs even after forceful expiration അല്ലേ. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞാനിതാ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടൻ എമൗണ്ട് ഓഫ് എയർ എപ്പോഴും എവിടെ ഉണ്ടാവും, എൻ്റെ ലങ്സിലുണ്ടാവും, വിത്ത് വിച്ച് ഐ കനോട്ട് എക്സ്പെൽ ഔട്ട്. എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൽ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 4 സാധനത്തിനൊന്ന് പെട്ടെന്ന് നോക്കാം. ഈ 4 സാധനത്തിനൊന്ന് പെട്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം ഞാൻ ഒരു ടൈഡൽ വോളിയം പറഞ്ഞു. അത് ഞാൻ എന്ത് പറഞ്ഞു? ആദ്യം ഞാൻ ടൈഡൽ വോളിയം പറഞ്ഞു അല്ലേ. ടൈഡൽ വോളിയം എത്രയായിരുന്നു? 500 ml ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ ടൈഡൽ വോളിയത്തിൻ്റെ മേളിൽ ഞാൻ ശ്വസിക്കുന്നതിനെ ഞാൻ എന്താ വിളിച്ചത്? ടൈഡൽ വോളിയത്തിൻ്റെ മേളിൽ ഞാൻ ശ്വസിച്ചതിനെ ഞാൻ എന്താ വിളിച്ചത്? ഐ കോൾഡ് ഇറ്റ് ആസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതിനെ ഞാൻ എന്താ വിളിച്ചത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിച്ചു അല്ലേ. ഇനി ടൈഡൽ വോളിയം കഴിഞ്ഞ് താഴോട്ട് വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു പറഞ്ഞേ എക്സ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. അത് കഴിഞ്ഞ് ബാക്കി ലങ്സിനകത്ത് ഉണ്ടായിരിക്കുന്ന സാധനം നമ്മൾ എന്താ വിളിച്ചത്? ഇറ്റ് ഈസ് കോൾഡ് റെസിഡ്യുവൽ വോളിയം. ഈ 4 വോളിയംസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ടൈഡൽ വോളിയം ഉണ്ടായിരുന്നു, എത്രയായിരുന്നു? 500 ml ആയിരുന്നു അല്ലേ. IRV എത്രയായിരുന്നു? അതായത് ടൈഡൽ വോളിയത്തിന് മേളിൽ നമ്മൾ അകത്തോട്ട് എടുക്കുന്നതിന് നമ്മൾ വിളിച്ച പേരാണ് IRV. ടൈഡൽ വോളിയത്തിന് പുറത്തോട്ട് വിടുന്നതിന് നമ്മൾ വിളിച്ച പേരാണ് ERV. അത് കഴിഞ്ഞ് ലങ്സിൽ ബാക്കി ഉണ്ടാവുന്നതാണത് RV എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 4 ഡിഫറെൻറ്റ് വോളിയംസ് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് നോക്കുക. ഒരു മിനിറ്റ് സമയം തരാം, എല്ലാത്തിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഏരിയ ആണ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. മസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്നായിരിക്കും ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിനകത്ത് ചോദിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലാസ് വേസ്റ്റ് ആവില്ല. ഇനി NB പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചോദിക്കും, പക്ഷേ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത മിക്കവാറും അത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇതില്ലെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾക്ക് നാളെ MBBS കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കാനുള്ള ഒരു സാധനമാണിത്. ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം. ഒന്നുകിൽ അവിടെ യൂണിവേഴ്സിറ്റി എക്സാമിന് കാണാം. ഇനി അതും നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിന് ഒരുപാട് യൂസ് വരുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിരിക്കുന്ന വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഓക്കെ. അപ്പോൾ ഈ 4 ഡെഫിനേഷനും ഒന്ന് ഓർത്ത് നോക്കുക പെട്ടെന്ന്. എന്തൊക്കെയാണ് പറഞ്ഞെങ്കിൽ TVയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു, IRVയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു, ERVയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു, RVയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു. ഓക്കെ, ഒന്ന് പെട്ടെന്ന് നോക്കിയേ.
എല്ലാവരും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഏതെങ്കിലും ഏരിയ മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. ഓക്കെ. പെട്ടെന്ന് ഡെഫിനിഷൻ ഒക്കെ നോക്കിയേ, നമുക്ക് നല്ല അടുത്തിലോട്ട് പോകുമായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളതിലോട്ട് പോകണം. സോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പോർഷൻ്റെ പേരെന്തായിരുന്നു, വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വോളിയൂംസ് 4 വോളിയൂംസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കപ്പാസിറ്റീസ് ആണ്. എന്താണ് കപ്പാസിറ്റി? 2 or more than 2 volumes are combined, it is called capacity. എന്താണ്? 2 or more than 2 volumes are combined, it is called capacity. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദാ ഞാൻ ആദ്യത്തെ ഒരു ടേം പറയാം. ഇറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. എന്താണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിനകത്ത് നമ്മൾ അകത്തോട്ട് എടുക്കുന്ന പുറത്തോട്ട് വിടുന്ന വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു വോളിയംസ് അല്ലേ. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലങ്സിനകത്ത് മുഴുവനായിട്ട് കൊള്ളുന്ന വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലേ. അതാ ഞാൻ പറഞ്ഞത്, കോമ്പിനേഷൻസ് ഓഫ് വോളിയംസ് നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി നമ്മൾ TLC എന്നാണ് എഴുതുക. അപ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്തൊക്കെയായിരിക്കും പറഞ്ഞേ? ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ, പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യുവൽ വോളിയം. ദാ ഈ 4 സാധനത്തിനെ കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വിളിക്കുന്നത്, അതായത് നിങ്ങളുടെ ലങ്സിനകത്ത് മൊത്തം കൊള്ളുന്ന വോളിയം ഓഫ് എയർ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ഇറ്റ് വാസ് കോൾഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലേ. ഇനി നിങ്ങളുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റിക്ക് അകത്ത് നിന്ന് ശ്രദ്ധിച്ചോളാം, നിങ്ങളുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റിക്ക് അകത്ത് നിന്ന് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു, ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തു. റിമൈനിങ് വോളിയം ഓഫ് എയർ നമ്മൾ എന്ത് വിളിക്കും? റിമൈനിങ് വോളിയം ഓഫ് എയർ നമ്മൾ എന്ത് വിളിക്കും പറഞ്ഞേ? എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് റെസിഡ്യുവൽ വോളിയം. ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഈസ് റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൺ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിഡ്യുവൽ വോളിയം. അപ്പോൾ എന്താണ് കപ്പാസിറ്റീസ് എന്ന് മനസ്സിലായല്ലോ? കോമ്പിനേഷൻസ് ഓഫ് 2 or more than 2 വോളിയംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആയിരുന്നു. ഓക്കെ. നമ്മൾ ഇനി പറയാൻ പോകുന്ന സാധനങ്ങളാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ കുറച്ചൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ. എന്തായിരുന്നു മക്കളെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ? പറഞ്ഞു നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആയിരുന്നു. ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഓവർ ആൻഡ് എബൌട്ട് ടൈഡൽ വോളിയം. പറഞ്ഞ ദ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ, ആ നൊട്ടേഷൻ പറയണം. ഓവർ ആൻഡ് എബൌട്ട് ടൈഡൽ വോളിയം എപ്പോഴാണ്? ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ സമയത്ത് ഞാൻ ടൈഡൽ വോളിയത്തിന് പുറമേ എന്താണോ എടുത്തത് അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയാണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയാണ്. എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ടൈഡൽ വോളിയം പഠിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ടൈഡൽ വോളിയം പഠിച്ചപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഞാൻ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു അല്ലേ. ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു. ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തപ്പം ടൈഡൽ വോളിയത്തിന് പുറമേ ഞാൻ എന്താണോ എടുത്തത് അതിന് നമ്മൾ വിളിച്ച പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ശരിയല്ലേ അല്ലേ? ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ടൈഡൽ വോളിയത്തിന് കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുമ്പം നമ്മുടെ ലങ്സിനകത്തുണ്ടാകുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ അല്ലേ. നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടലി നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു, ടൈഡൽ വോളിയത്തിന് ഒഴിവാക്കി ബാക്കി എന്താണുള്ളത് അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുക, ടൈഡൽ വോളിയത്തിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. പറഞ്ഞേ, ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ അയാൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. സോ ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ഒന്ന് നോർമലി എക്സ്പയർ ചെയ്താൽ ഇതാണ് നോർമൽ എക്സ്പിറേഷൻ അല്ലേ. എന്നിട്ട് മാക്സിമം ഇൻടേക്ക് ചെയ്യുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. എന്താ വിളിക്കുക? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. പറഞ്ഞേ, ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി വിൽ ബി ഈസ് ഈക്വൽ ടു, പറഞ്ഞേ, ടൈഡൽ വോളിയം
പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതായത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലങ്സിനകത്തോട്ട് വരുന്ന വോളിയം ഏതൊക്കെയാണ്? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം എത്ര? 500 ml. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എത്ര? 3 ലിറ്റർ അല്ലേ? സോ ടോട്ടലി 3.5 ലിറ്റർ ആയിരിക്കും ആരുടെ വാല്യൂ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയുടെ വാല്യൂ. രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതായിരുന്നു? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇനി അടുത്ത നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഏതാണ്? എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആണ്. നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഡെഫിനിഷൻ എന്തായിരുന്നു? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ അല്ലേ? അതായത് ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നിങ്ങൾക്ക് മാക്സിമം എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ വിളിച്ച പേര് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. എത്രയാണ്? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്തായിരിക്കും എക്സ്പിറേറ്ററി കപ്പാസിറ്റി? അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ അല്ലേ? വെരി ഗുഡ്. ഏതാണ്? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. വെരി ഗുഡ് അല്ലേ? പറഞ്ഞേ ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. അതായത് ഒരാൾ എക്സ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഇറങ്ങി പോകുന്ന ആളാരാ? ഡെഫിനറ്റ്ലി ടൈഡൽ വോളിയം ആണ് അല്ലേ? അതിന്റെ പുറമെ ഇറങ്ങി പോകുന്ന ആളാരാ? ദാറ്റ് വിൽ ബി എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതിനെ കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ എന്ത് വിളിക്കും? എക്സ്പിറേറ്ററി കപ്പാസിറ്റി. പറഞ്ഞപ്പോൾ എന്താണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? The maximum amount of air a person can expire after normal inspiration, that will be is equal to tidal volume plus expiratory reserve volume. Very good അല്ലേ? എന്താണ്? tidal volume plus expiratory reserve volume. അപ്പോൾ നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പറഞ്ഞു, അതേപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. എന്താണ്? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ലങ്സ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ലങ്സ് ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കണം അല്ലേ? ആ ലങ്സ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർട്ടൻ വോളിയം ഓഫ് എയർ നേരത്തെ ഉപയോഗിച്ചിരുന്നു അല്ലേ? അതിന് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? റെസിഡ്യുവൽ വോളിയം ആയിരുന്നു. എന്നാൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എയർ, ദാറ്റ് മീൻസ് 1.1 to 1.2 ലിറ്റർ ഉണ്ട്. 1.2 ലിറ്റർ വോളിയം ഓഫ് എയർ എപ്പോഴും എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ? പറഞ്ഞേ, നിങ്ങളുടെ ലങ്സ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിന് നമുക്ക് ഒരിക്കലും പുറത്ത് കളയാൻ പറ്റില്ല. ഒരു ലങ്സ് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലങ്സ് ഇൻഫ്ലേറ്റഡ് ആയിരിക്കണം അല്ലേ? നിങ്ങളൊരു 1 ലിറ്റർ എയർ മാത്രമാണ് ഇൻടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് ലങ്സിന് ഇൻഫ്ലേഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ലങ്സിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ലങ്സിന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്തൊരു ഫംഗ്ഷനാണ് നിങ്ങളുടെ ബ്ലഡിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡി ഓക്സിനേറ്റഡ് ബ്ലഡിനെ എന്താക്കി മാറ്റുക? ഓക്സിനേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത്. അപ്പം ഈ ഡി ഓക്സിനേറ്റഡ് ബ്ലഡിനെ ഓക്സിനേറ്റ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡ്യുവൽ വോളിയത്തിന് പുറമെ ഒരു വോളിയം കൂടെ വേണം. അല്ലേ? ആ വോളിയം ഏതാണ്? ദാറ്റ് വിൽ ബി ERV. അതേതാണ്? ERV ആയിരിക്കും. ഓക്കെ. സോ എന്താണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി? എന്തായിരുന്നു റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ? ഓർക്കുന്നുണ്ടോ? ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഈസ് റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. പറഞ്ഞേ, ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഈസ് റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആയിരുന്നു ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ അല്ലേ? എന്തായിരിക്കും ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഈസ് റിമൈനിങ് ഇൻ ദ ലങ്സ്. എന്താണ്? ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഈസ് റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. നിങ്ങൾ നോർമലി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലങ്സിനകത്ത് ബാക്കിയുള്ള എമൗണ്ട് ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ IC എന്താണ്, EC എന്താണ്, FRC എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. സോ ICയുടെ ഡെഫിനിഷൻ പറഞ്ഞു, ECയുടെ ഡെഫിനിഷൻ പറഞ്ഞു, FRCയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ദാറ്റ് ഈസ് കോൾഡ് വൈറ്റൽ കപ്പാസിറ്റി. എന്താ വിളിക്കാം? വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ മക്കളെ, എന്താണ് വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, എന്തായിരുന്നു ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 4 പേരെയും കൂട്ടി വെക്കുക. ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യുവൽ വോളിയം. ഇതായിരുന്നു നമ്മളെ എന്താ പറയുക ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലേ? നിങ്ങൾ ഇതിനകത്തുനിന്ന് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാരാ? നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വോളിയം ഓഫ് എയർ ഏതായിരുന്നു? ദാറ്റ് വാസ് റെസിഡ്യുവൽ വോളിയം. ശരിയല്ലേ? നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ടുള്ള വോളിയത്തിന് നമ്മൾ എന്താ വിളിച്ചത്? റെസിഡ്യുവൽ വോളിയം വിളിച്ചത്. അപ്പം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത് ആരൊക്കെ കയറി വരും? TB കയറി വരും, IRV കയറി വരും, ERV കയറി വരും. എങ്കിലേ നമുക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി ഫില്ലാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലേ? അതായത് നിങ്ങളുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റിക്കകത്ത് നിങ്ങൾ മാക്സിമം എക്സ്പയർ ചെയ്ത് കളഞ്ഞു അല്ലേ? റിമൈനിങ് ആരാണ്? റെസിഡ്യുവൽ വോളിയമാണ്. ഇനി നിങ്ങൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഫില്ല് ചെയ്യാൻ ആരൊക്കെ വേണം? TB വേണം, IRV വേണം, ERV വേണം. ശരിയല്ലേ? എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ അല്ലേ? നോക്കിയോ, ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു, മാക്സിമം ഇൻടേക്ക് എടുക്കുക അല്ലേ? എന്താണ്? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ അല്ലെങ്കിൽ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, നേരെ തിരിച്ചു നിങ്ങൾക്ക് പറയാം. എന്തായാലും സംഭവം സെയിം ആയിരിക്കും. ഏതൊക്കെയാണ്? സോ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇതാണ് നിങ്ങളുടെ
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റീസ്. ഏതൊക്കെ പറഞ്ഞു? IC പറഞ്ഞു, EC പറഞ്ഞു, FRC പറഞ്ഞു, VC പറഞ്ഞു, ടോട്ടൽ ലങ് കപ്പാസിറ്റിയും പറഞ്ഞു അല്ലേ. നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാർട്ടിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ചാർട്ട് എങ്ങനെയായിരുന്നു വരച്ചത് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ടൈഡൽ വോളിയം ഉണ്ടായിരുന്നു അല്ലേ. ടൈഡൽ വോളിയത്തിൻ്റെ മേളിൽ നമ്മൾ ശ്വസിക്കുന്നതിന് നമ്മൾ എന്താ വിളിച്ചത്? അതിന് നമ്മൾ വിളിച്ച പേര് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നായിരുന്നു വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് പുറത്ത് വിടുന്ന വോളിയത്തിന് നമ്മൾ എന്താ വിളിച്ചത്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വോളിയത്തിന് നമ്മൾ എന്താ വിളിച്ചത്? വി വിൽ കോൾ ഇറ്റ് ആസ് റെസിഡ്യുവൽ വോളിയം. വെരി ഗുഡ്. ഇനി നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഇവർ രണ്ടുപേരും നമ്മൾ എന്താ വിളിച്ചത്? IRV പ്ലസ് TV. വെരി ഗുഡ്. അതിന് നമ്മൾ വിളിച്ച പേരാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ. ഇവർ രണ്ടുപേരും നമ്മൾ എന്താ വിളിച്ചത്? TV പ്ലസ് ERV. വെരി ഗുഡ്. ഇവർ നമ്മൾ എന്താ വിളിച്ചത്? ഇവർ രണ്ടുപേരും നമ്മൾ വിളിച്ചത് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്നായിരുന്നു വിളിച്ചത്. വെരി ഗുഡ് അല്ലേ. ഇവർ രണ്ടുപേരും നമ്മൾ എന്താ വിളിച്ചത്? ERV പ്ലസ് RV. നോക്കിയേ, ERV പ്ലസ് RV എന്തായിരുന്നു? ഇതാണ് നിങ്ങളുടെ ERV പ്ലസ് RV. അവരെ നമ്മൾ വിളിച്ച പേരെന്താ പറഞ്ഞേ? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ആണ് ഇവർ നമ്മൾ വിളിച്ച പേര് അല്ലേ. ഇനി ഇവരെ 3 പേര് നമ്മൾ എന്താ വിളിച്ചത്? ഇവരെ 3 പേര് നമ്മൾ എന്താ വിളിച്ചത്? ഈ 3 പേര് ആരൊക്കെയാ? IRV, TV, ERV. ഇവരെ 3 പേരെ നമ്മൾ എന്താ വിളിച്ചത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ. 4ാമത്തെ ആളാരായിരുന്നു? ഏറ്റവും അവസാനത്തെ ആളതാ ഇതായിരുന്നു. ഈ 4 പേരെയും കൂടെ ചേർന്ന് നമ്മൾ എന്താ വിളിച്ചത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ അങ്ങ് വൈൻഡപ്പ് ചെയ്യണം അല്ലേ. ഇപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? TV പ്ലസ് IRV പ്ലസ് ERV എന്നല്ലേ. വൈറ്റൽ കപ്പാസിറ്റി എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു IC പ്ലസ് ERV എന്ന് എഴുതിക്കൂടെ? IC പ്ലസ് ERV എന്ന് എഴുതിക്കൂടെ? റീസൺ എന്താ? ഇത് രണ്ടും എന്താ? ഇത് രണ്ടും മക്കളെ, ഇത് രണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IC അല്ലേ. ഇനി അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു EC പ്ലസ് IRV എന്ന് എഴുതിക്കൂടെ? EC പ്ലസ് IRV എന്ന് എഴുതിക്കൂടെ? ഇത് രണ്ടും എന്താ? EC അല്ലേ. EC പ്ലസ് IRV എന്ന് എഴുതിക്കൂടെ? ഇനി എനിക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി എങ്ങനെ എഴുതാം? ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു VC പ്ലസ് RV എന്ന് എഴുതിക്കൂടെ? VC പ്ലസ് RV എന്ന് എഴുതിക്കൂടെ? നിങ്ങൾക്ക് എത്ര ഇക്വേഷൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ഇനി 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം വിത്ത് 1 and 2. ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എത്രയാണ്? നമുക്ക് ഉടനെ തന്നെ ആൻസർ കിട്ടി. എത്രയാണ്? 500 to 550 ml. ഇൻസ്പിറേറ്ററി റിസർവ് എത്രയാ? 2500 to 3000 ml. എക്സ്പിറേറ്ററി റിസർവ് ഇനി ബാക്കി അവിടെ അപ്പം ഏതാണ്? A3 ആണ്, B1 ആണ്. A3B1 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ. A3B1 ഓപ്ഷൻ വിൽ ബി B. വേറെ ഒന്നും നോക്കണ്ട, കാരണം ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, റെസിഡ്യൂൾ വോളിയത്തിന് 1.1 to 1.2 ലിറ്റർ ആണ്. 1.1 to 1.2 ലിറ്റർ ആണ്. നമ്മുടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം 1 to 1.1 ലിറ്റർ ആണ്. സോ A3B2 C4D2 ഒറ്റ ആൻസർ. ആദ്യത്തെ 2 കിട്ടിയാൽ മാത്രം മതി. നമുക്ക് നമ്മുടെ ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ആദ്യത്തെ 2 ആൻസർ മാത്രം കിട്ടിയാൽ മതി. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇനിയും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. The tidal volume and the expiratory reserve volume of an athlete. Usain Bolt നേരത്തെ പറഞ്ഞ. ഓക്കെ, 500 ml ആൻഡ് ആരൊക്കെയാണ്? ടൈഡൽ വോളിയം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ERV തന്നിട്ടുണ്ട്. ടൈഡൽ വോളിയം ആൻഡ് ERV തന്നിട്ടുണ്ട് അല്ലേ. ഓഫ് an athlete is 500 ml and 1000 ml respectively. What will be his expiratory capacity in the residual volumes if the residual volume is 1200 ml? ചോദിച്ചിരിക്കുന്നത് ഏതാണ്? എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആണ്. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പറഞ്ഞേ. എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഏതൊക്കെ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. മറന്നുപോയോ? എന്തായിരുന്നു എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ അല്ലേ. സോ TV പ്ലസ് ERV ആണ്. TV എത്രയാണ് ഇരിക്കുന്നത്? TV വന്നിരിക്കുന്നത് 500 ml ആണ്. എക്സ്പിറേറ്ററി റിസർവ് എത്ര? 1000 ml ആണ്. 1000 ml ആണ്. സോ ചോദിച്ചിരിക്കുന്നത് 1000 ml ആണ്. സോ ദാറ്റ് വിൽ ബി 1.5 ലിറ്റർ. ദാറ്റ് മീൻസ് 1500 ml. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും ഉണ്ടോ? നമുക്ക് ഇനി വേറെ ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഇതിനകത്ത് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ എടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നോക്കിയാ, lungs are made up of air-filled sacs. They do not collapse even after forceful expiration. പറഞ്ഞേ, the lungs are made up of air-filled sacs. കണ്ടില്ലേ? They do not collapse even after forceful expiration. അല്ലേ? എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലങ്സ് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ലങ്സിനകത്ത് ഒരു വോളിയം ഉണ്ട് അല്ലേ, വി കാനോട്ട് എക്സ്പെൽഡ് ഔട്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ഇറ്റ് ഇസ് കോൾഡ് റെസിഡ്യുവൽ വോളിയം. ഇറ്റ് ഇസ് കോൾഡ് റെസിഡ്യുവൽ വോളിയം. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിനകത്തായിരിക്കും, നിങ്ങളുടെ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിനകത്തായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ ഒരു സെക്കൻഡ് സമയം കൂടെ തരാൻ വേണമെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻസ്, ഇതാണ് നമ്മുടെ ചാർട്ടും. ഇത് എത്രയും പെട്ടെന്ന് നോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഏരിയ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ടൈമാണ് നമുക്ക് ഇനിയുള്ളത്. നമുക്ക് അധികം സമയമില്ല ചിലവഴിക്കാൻ. അപ്പോൾ നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം കേട്ടോ. സോ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതായിരുന്നു? ഓക്കെ, മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ, മെക്കാനിസം ഫോർ എക്സ്പിറേഷൻ, അല്ലെങ്കിൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ മെക്കാനിസം ഫോർ ബ്രീത്തിങ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് ടേംസ് ആദ്യം മനസ്സിലാക്കിക്കണം. ഒന്നാമത്തെ ടേം ഇതാണ്, ഇൻട്രാ thoracic വോളിയം, ഇൻട്രാ thoracic വോളിയം. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇൻട്രാ thoracic പ്രഷർ, ഇൻട്രാ thoracic പ്രഷർ. മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇൻട്രാ പൾമണറി വോളിയം, ഇൻട്രാ പൾമണറി വോളിയം. നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇൻട്രാ പൾമണറി പ്രഷർ, ഇൻട്രാ പൾമണറി പ്രഷർ. ഇങ്ങനെ 4 ടേംസ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത്. ഇതൊക്കെയാണ് ഒന്നാമത് ഇൻട്രാ തൊറാസിക് വോളിയം, ഇൻട്രാ തൊറാസിക് പ്രഷർ. അടുത്തത് ഇൻട്രാ പൾമണറി വോളിയം ആൻഡ് ഇൻട്രാ പൾമണറി പ്രഷർ അല്ലേ. ഇതെന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ലങ്സ് ഇരിക്കുന്നത് നമ്മളെ തൊറാക്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം നമ്മളെ ബോഡിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഹെഡാണ്, ഇത് നെക്കാണ്, ഇത് തൊറാക്സ് ആണ്, ഇത് കഴിഞ്ഞ് വരുന്ന അബ്ഡോമൻ, ദെൻ വി ഹാവ് പെൽവിസ്. ഇങ്ങനെയാണ് നമ്മളെ ബോഡിനെ നമ്മൾ എൻ്റയർലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ തൊറാക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ തൊറാക്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഓർഗൻസ് ഉള്ളത്. ഒരു ഓർഗൻ നമ്മൾ എന്ത് വിളിക്കും? ലങ്സ് എന്ന് വിളിക്കും. അടുത്ത ഓർഗൻ നമ്മൾ ഹാർട്ട് എന്ന് വിളിക്കും അല്ലേ. സോ ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് തൊറാസിക് ഓർഗൻസ്. ഒന്ന് ലങ്സ് ആണെങ്കിൽ മറ്റേത് ഹാർട്ടാണ്. അപ്പം ഈ തൊറാസിക് ക്യാവിറ്റി എങ്ങനെ ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറയുന്നത്. സോ മക്കളെ, തൊറാസിക് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഏറ്റവും ഫ്രണ്ടിൽ നമുക്കൊരു ബോൺ ഉണ്ട് അല്ലേ. ഈ ബോണിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ ബോൺ നമ്മൾ വിളിക്കുന്നത് ഒന്നെങ്കിൽ ബ്രസ്റ്റ് ബോൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേണം എന്ന് വിളിക്കും അല്ലേ. സോ ഇവിടെ നമുക്കൊരു ബോൺ ഉണ്ട്, ആ ബോൺ നമ്മൾ വിളിക്കുന്നവരാണ് സ്റ്റേണം. അതേപോലെ തന്നെ നമുക്ക് നേരെ പിൻഭാഗത്തൊരു ബോൺ ഉണ്ട് അല്ലേ. ഒരു ബോണിൽ ഒരു സെറ്റ് ഓഫ് ബോൺസ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് വെർട്ടിബ്രൽ കോളം അല്ലേ. അതിന് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്? റിബ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഈ 3 സെറ്റ് ഓഫ് ബോൺസ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ തൊറാസിക് ക്യാവിറ്റി ഉണ്ടായി. നമ്മൾ തൊറാസിക് ക്യാവിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ലെഫ്റ്റ് തൊറാസിക് ക്യാവിറ്റിയും റൈറ്റ് തൊറാസിക് ക്യാവിറ്റിയും സ്റ്റഡി പർപ്പസിന് വേണ്ടി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും വേണ്ട. തൊറാസിക് ക്യാവിറ്റി ഈസ് മേഡ് അപ്പ് ഓഫ് ആൻറ്റീരിയർലി ബൈ ആരാണ്? സ്റ്റേണമാണ് അല്ലേ. ഈ സൈഡിൽ നമ്മൾ ആൻറ്റീരിയർ എന്ന് വിളിക്കുക, ഈ സൈഡിൽ നമ്മൾ പോസ്റ്റീരിയർ എന്ന് വിളിക്കുക. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് നമ്മൾ ആൻറ്റീരിയർ ആണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ആൻറ്റീരിയർലി ബൈ സ്റ്റേണം, പോസ്റ്റീരിയർലി ബൈ വെർട്ടിബ്രൽ കോളം ആൻഡ് ലാറ്ററലി ബൈ റിബ്സ് അല്ലേ. സോ ഇവിടെ നിങ്ങളുടെ റിബ്സ് ഉണ്ട്, ഫ്രണ്ടിൽ ആരുണ്ട്? സ്റ്റേണം ഉണ്ട്, പിൻഭാഗത്ത് ആരുണ്ട്? നിങ്ങളുടെ വെർട്ടിബ്രൽ കോളം ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, നിങ്ങളുടെ തൊറാസിക് ക്യാവിറ്റി എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? തൊറാസിക് ക്യാവിറ്റി മേഡ് അപ്പ് ഓഫ് ആൻറ്റീരിയർലി ബൈ സ്റ്റേണം, ആൻറ്റീരിയർലി ബൈ സ്റ്റേണം അല്ലേ, പോസ്റ്റീരിയർലി ബൈ വെർട്ടിബ്രൽ കോളം ആൻഡ് ലാറ്ററലി ബൈ റിബ്സ്. ഇങ്ങനെ 3 ആൾക്കാരെ വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ തൊറാസിക് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ആൻറ്റീരിയർലി ബൈ സ്റ്റേണം, പോസ്റ്റീരിയർലി ബൈ വെർട്ടിബ്രൽ കോളം ആൻഡ് ലാറ്ററലി ബൈ റിബ്സ് അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഫ്രണ്ടിൽ സ്റ്റേണം ഉണ്ട്, പിൻഭാഗത്ത് ആരുണ്ട്? നിങ്ങളുടെ വെർട്ടിബ്രൽ കോളമിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് റിബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലി സ്പേസ് കിട്ടൂലേ അല്ലേ. ആ കാലി സ്പേസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പറഞ്ഞേ തൊറാസിക് ക്യാവിറ്റി. എന്താ വിളിക്കുക? ഇറ്റ്സ് കോൾഡ് തൊറാസിക് ക്യാവിറ്റി. ഇറ്റ് ഇസ് കോൾഡ് തൊറാസിക് ക്യാവിറ്റി. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ആ പോർഷൻ നമ്മൾ വിളിക്കുന്നവരാണ് തൊറാസിക് ക്യാവിറ്റി അല്ലേ. തൊറാസിക് ക്യാവിറ്റി അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒറ്റ തവണ കൂടെ പറഞ്ഞാൽ ആൻറ്റീരിയർലി ബൈ സ്റ്റേണം, പോസ്റ്റീരിയർലി ബൈ വെർട്ടിബ്രൽ കോളം ആൻഡ് ലാറ്ററലി ബൈ റിബ്സ്. ഓക്കെ, സോ
ഇനി ആ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ തൊറാസിക് വോളിയം. എന്താ വിളിക്കുക? ഇൻട്രാ തൊറാസിക്. എന്താ പറയുക? വോളിയം ദ വോളിയം ഓഫ് ദി തൊറാസിക് ക്യാവിറ്റി ഇസ് കോൾഡ് തൊറാസിക് വോളിയം, ഇൻട്രാ തൊറാസിക് വോളിയം. ദ വോളിയം പ്രഷർ ഓഫ് ദി തൊറാസിക് ക്യാവിറ്റി ഇസ് കോൾഡ് ഇൻട്രാ തൊറാസിക് പ്രഷർ, അല്ലേ? ഇനി എന്താണ് ഇൻട്രാ പൾമണറി വോളിയം, ഇൻട്രാ പൾമണറി പ്രഷർ? ദ പ്രഷർ വിത്തിൻ ദി ലങ്സ് ഈസ് കോൾഡ് ഇൻട്രാ പൾമണറി പ്രഷർ. ദ വോളിയം വിത്തിൻ ദി ലങ്സ് ഈസ് കോൾഡ് ഇൻട്രാ പൾമണറി വോളിയം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആരൊക്കെ? നിങ്ങളുടെ ലങ്സും തൊറാസിക് ക്യാവിറ്റി തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് ആ റിലേഷൻഷിപ്പ്? നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ലങ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അല്ലേ? ഇതെൻ്റെ ലങ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ലങ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ലങ്സ് കവർ ചെയ്തിരിക്കുന്ന മെമ്പറിനെ നമ്മൾ പ്ലൂറൽ എന്നായിരുന്നു വിളിച്ചത്, അല്ലേ? അത് ഒരു ലെയർ ലങ്സുമായിട്ട് വളരെ ഫോംലി അറ്റാച്ച്ഡ് ആണ്, മറ്റു ലെയർ ഇങ്ങനെ പുറത്തോട്ട് വന്നിരിക്കുക, അല്ലേ? സോ ഒന്നിന് നമ്മൾ എന്താ പറയുക, ഇന്നർ പ്ലൂറാണെന്നും പുറത്തോട്ട് പോകുന്നതിന് നമ്മൾ ഔട്ടർ പ്ലൂറാന്നായിരുന്നു നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഈ ഇന്നർ പ്ലൂറിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫോംലി അതർൻ വിത്ത് ലങ്സ്. ഇറ്റ് ഈസ് ഫോംലി അതർൻ വിത്ത് ലങ്സ്. ഈ ഔട്ടർ പ്ലൂറിൻ്റെ പ്രത്യേകത, അതായത് നിങ്ങളുടെ തൊറാസിക് ക്യാവിറ്റി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ആൻറ്റീരിയർലി ബൈ സ്റ്റർണം, പോസ്റ്റീരിയർലി ബൈ വോർട്ടിബിൾ കോളം, ലാറ്ററലി ബൈ റിബ്സ് ആയിരുന്നു, ശരിയല്ലേ? അതിനകത്തോട്ട് നമ്മൾ ലങ്സിന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ലങ്സിനിട്ട് വെച്ചിട്ടുണ്ട്. ലങ്സ് റെസ്റ്റ് ചെയ്യുന്ന ഡയഫ്രത്തിന്റെ പുറത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, അപ്പം അതിനകത്തോട്ട് നമ്മൾ ലങ്സിന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ ലങ്സിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്ലൂറിനെ നമ്മൾ വിളിച്ച പേര്, അതായത് ഇന്നർ പ്ലൂറ. അതേപോലെ അതിനൊരു ഔട്ടർ പ്ലൂർ ഉണ്ടല്ലേ? ഈ ഔട്ടർ പ്ലൂർ ആക്ച്വലി ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതായിരുന്നു എൻ്റെ ലങ്സ് എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ തൊറാസിക് ക്യാവിറ്റി, അവിടെ കാണുന്ന റിബ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതിനെ? പ്ലൂറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ പ്ലൂറ. അതേപോലെ തന്നെ ഔട്ടർ പ്ലൂർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന തൊറാസിക് ക്യാവിറ്റിയുമായിട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, ഈ ഇന്നർ പ്ലൂറയുടെയും ഔട്ടർ പ്ലൂറയുടെയും ഇടയിൽ മക്കൾ എന്താ ഉള്ളത്? ഒരു കുറച്ച് ചെറിയ വാട്ടറി കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഇതിനിടയിൽ കുറച്ച് വാട്ടറി കണ്ടൻസ് ഉണ്ട്. ഇങ്ങനെ വാട്ടറി കണ്ടൻസ് ഉണ്ട്. ഈ വാട്ടറി കണ്ടന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താ വിളിക്കുക? ഇറ്റ്സ് കോൾഡ് പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് നിങ്ങൾ 2 ഗ്ലാസ് സ്ലൈഡ് എടുക്കുക, അതിൻ്റെ ഇടയിൽ വെള്ളം നിറച്ചിട്ട് ഒരു ഗ്ലാസ് സ്ലൈഡ് അതിൻ്റെ മേളിലിട്ട് നോക്കുക, എന്താ സംഭവിക്കുക? അല്ലേ? അവർ വളരെ ഫോമായിട്ട് ഒട്ടിപ്പിടിക്കും. ഒരാളെ വലിച്ചാൽ മറ്റാളും കൂടെ വരും, മറ്റാളെ വലിച്ചാൽ മറ്റാളും കൂടെ, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി വലിച്ചാൽ അത് പൊട്ടിപ്പോകും. ആ ഒരു മെക്കാനിസമാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ തൊറാക്സ് വലുതാകുമ്പോൾ അത് നിങ്ങളുടെ ഔട്ടർ പ്ലൂറിനെ പിടിച്ച് വലിക്കും. ഇതാരാണ്? ഇറ്റ് ഇസ് കോൾഡ് ഔട്ടർ പ്ലൂറ. ഇറ്റ് ഈസ് ഔട്ടർ പ്ലൂറ. ഔട്ടർ പ്ലൂർ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആണ്? നിങ്ങളുടെ തൊറാസിക് ക്യാവിറ്റിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇന്നർ പ്ലൂർ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആണ്? നിങ്ങളുടെ ലങ്സുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ തൊറാസിക് ക്യാവിറ്റി പുറത്തോട്ട് പോകുന്ന സമയത്ത് അത് ഔട്ടർ പ്ലൂറിനെ വലിക്കുന്നു. പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് അത് ഇന്നർ പ്ലൂറിനെ വലിക്കുന്നു. ഇന്നർ പ്ലൂർ ആരെ പിടിച്ച് വലിക്കും? ലങ്സിനെ പിടിച്ച് വലിക്കും. അപ്പം വെന്നെവർ ദ തൊറാസിക് വോളിയം ഈസ് ഇൻക്രീസ്ഡ്, വെന്നെവർ ദ തൊറാസിക് വോളിയം ഈസ് ഇൻക്രീസ്ഡ്, കറസ്പോണ്ടിംഗ്ലി ആരും കൂടി ഇൻക്രീസ് ചെയ്യും? നിങ്ങളുടെ പൾമണറി വോളിയം കൂടെ ഇൻക്രീസ് ചെയ്യും. വെന്നെവർ ദ തൊറാസിക് വോളിയം ഈസ് ഡിക്രീസ്ഡ്, ആരും കൂടെ ഡിക്രീസ് ചെയ്യും? ദ പൾമണറി വോളിയം ഈസ് ഓൾസോ ഡിക്രീസ്ഡ്, അല്ലേ? അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും പ്രഷർ. നിങ്ങളുടെ തൊറാസിക് വോളിയം കൂടുമ്പോൾ തൊറാസിക് പ്രഷർ കുറയും, അല്ലേ? അതിനനുസരിച്ച് പൾമണറി പ്രഷറും കുറയും. അത് മാത്രം നമുക്ക് ഇവിടെ മനസ്സിലാക്കിയാൽ മതി മെയിനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിക്കകത്ത് എയർ നമ്മൾ ഡ്രോൺ ചെയ്യുന്നതും അതുപോലെ എയർ നമ്മൾ പുറത്തോട്ട് വിടുന്നതും ബേസ്ഡ് ഓൺ ദ ഡിഫ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ ആണ്. മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ, മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ, ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇൻസ്പിറേറ്ററി മെക്കാനിസം എന്താണ്, അല്ലേ? അതായത് ഞാനിപ്പോൾ ഇൻസ്പയർ ചെയ്യണം, ഞാൻ എവിടുന്ന് എങ്ങോട്ടാണ് എയർ എടുക്കുന്നത്? അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് എൻ്റെ ആൽവിയോളയ്ക്ക് അകത്തോട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എയർ എടുക്കുന്നത്, ശരിയല്ലേ? ഇതാണ് എൻ്റെ എയറിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഫ്രം ദി അറ്റ്മോസ്ഫിയർ ഇൻ ടു ദി ആൽവിയോളൈ. അതായത് എയർ എപ്പോഴും മൂവ് ചെയ്യൽ എങ്ങനെയാണ്? ഫ്രം ദി ഹയർ പ്രഷർ ടു ദി ലോവർ പ്രഷറാണ്, അല്ലേ? പ്രഷർ ഗ്രേഡിയൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എന്ത് മൂവ് ചെയ്യുക? നിങ്ങളുടെ എയർ മൂവ് ചെയ്യുക. അപ്പം ഫ്രം ദി ഹയർ സൈഡ് ടു ദി ലോവർ സൈഡാണ് നമ്മളെ എയർ എപ്പോഴും മൂവ് ചെയ്യുക. അപ്പം ഞാൻ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് എൻ്റെ ബോഡിക്ക് അകത്തോട്ടാണ് ആര് മൂവ് ചെയ്യുന്നത്? എയർ മൂവ് ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ എവിടെയായിരിക്കും പ്രഷർ കൂടുതൽ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും കൂടുതൽ, അല്ലേ? നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അതിതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ഏത് പ്രഷറാണ്? എങ്ങോട്ടാണ് എയർ വരുന്നത്? ലങ്സിനകത്തോട്ടാണ്. അപ്പോൾ ആ പ്രഷറിനെ നമ്മൾ എന്താ വിളിച്ചത്? ഇൻട്രാ പൾമണറി പ്രഷർ, അല്ലേ? സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇൻട്രാ പൾമണറി പ്രഷറാണ് ഇസ് എ ബേസിക് കണ്ടീഷൻ ഫോർ ഇൻസ്പിറേഷൻ. ഇത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായിരിക്കും എക്സ്പിറേഷൻ്റെ കണ്ടീഷൻ? പറഞ്ഞേ, എക്സ്പിറേഷൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഒറ്റത്തവണ പെട്ടെന്ന് പറഞ്ഞേ. ഇൻട്രാ പൾമണറി പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വെരി ഗുഡ്, അല്ലേ? സോ
മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ്റെ ബേസിക് കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ IPP അല്ലേ. IPP എന്ന് പറഞ്ഞാൽ ഇൻട്രാ പൾമണറി പ്രഷറാണ് അല്ലേ. എക്സ്പിറേഷൻ്റെ കേസിൽ എന്താണ്, ഇൻട്രാ പൾമണറി പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം മാത്രം നമുക്ക് അകത്തുനിന്ന് പുറത്തോട്ട് എയറിനെ വിടാൻ പറ്റുള്ളൂ, ബിക്കോസ് എയർ ഈസ് മൂവിങ് ത്രൂ ദ പ്രഷർ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, രണ്ടാമത്തെ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ പിന്നെ പറഞ്ഞു തന്നാൽ മതി, എനിക്ക് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല. ഓക്കെ, സോ മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ നോക്കാം നമുക്ക്. മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ്റെ ബേസിക് കണ്ടീഷൻ എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇൻട്രാ പൾമണറി പ്രഷർ. ഇതാണ് അല്ലേ. നമുക്ക് എങ്ങനെയാണ് ഇൻട്രാ പൾമണറി പ്രഷർ കുറയുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനകത്ത് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന എവിടെയാണ്? നിങ്ങളുടെ ലങ്സിനകത്ത് വരുന്ന പ്രഷറിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താം. അതെങ്ങനെയാണ് വരുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത് അല്ലേ. ശ്രദ്ധിക്കാം, നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് കൂടുന്ന സമയത്ത് ദാറ്റ് വിൽ ലീഡ് ടു contraction of external intercostal muscles. That will lead to contraction of external intercostal muscles. External intercostal muscles. എന്താണ് ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ? ദ മസിൽ വിച്ച് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ റിബ്സ്. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരുപാട് റിബ്സ് ഉണ്ട് അല്ലേ. ഈ റിബ്സിൻ്റെ ഇടയിൽ കാണുന്ന മസിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, സോ നിങ്ങളുടെ ബോഡിക്കകത്ത് എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത്, ദാറ്റ് വിൽ ലീഡ് ടു ദ എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ്. കോൺട്രാക്ഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, ഇങ്ങനെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്ത് എന്താ സംഭവിക്കുക? നിങ്ങൾ റിബ്സ് പതുക്കെ ഫ്രണ്ടിലോട്ട് കയറി വരും. ഞാനിപ്പം ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എൻ്റെ റിബ്സ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളി വരാം. നോക്കിയേ, ഈ ഒരു മൂവ്മെന്റ് ഉണ്ടോ അല്ലേ. സോ ഞാൻ എപ്പോഴാണോ എൻ്റെ ബോഡിക്കകത്ത് ഇൻസ്പയർ ചെയ്യുന്നത് ആ മൊമെന്റിൽ എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് നടക്കും അല്ലേ. അങ്ങനെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് സംഭവിക്കുക, ദർ വിൽ ബി ഇൻക്രീസ്ഡ് ഇൻട്രാ തൊറാസിക് വോളിയം. അല്ലേ. തൊറാക്സിനകത്തിരിക്കുന്ന വോളിയം കൂടും. ഞാൻ പറഞ്ഞ തൊറാക്സിനകത്തിരിക്കുന്ന വോളിയം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇരിക്കുന്ന വോളിയം കൂടും. നിങ്ങളുടെ വെരി ഗുഡ്, എന്ത് സംഭവിക്കും? ഇൻക്രീസ്ഡ് ഇൻട്രാ പൾമണറി വോളിയം. അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി ഡിക്രീസ്ഡ് ഇൻട്രാ പൾമണറി പ്രഷർ. പൾമണറി പ്രഷർ കുറയും. അങ്ങനെ ഇൻട്രാ പൾമണറി പ്രഷർ കുറഞ്ഞ് എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറയുന്നത് ആ മൊമെന്റിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് എയർ എങ്ങോട്ട് വരും മക്കളെ? നമ്മുടെ ലങ്സിനകത്തോട്ട് വരും. ക്ലിയർ അല്ലേ? മെക്കാനിസം ഒന്നുകൂടെ പറയാം. നമുക്ക് എപ്പോഴാണോ നമ്മുടെ ബോഡിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് നടക്കും. ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് ഇൻട്രാ തൊറാസിക് വോളിയം. ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് ഇൻട്രാ പൾമണറി വോളിയം. ദാറ്റ് വിൽ ലീഡ് ടു ഡിക്രീസ്ഡ് ഇൻട്രാ പൾമണറി പ്രഷർ. അങ്ങനെ ആ പ്രഷർ കുറഞ്ഞ് എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ താഴെ പോകുന്നത് ആ സമയത്ത് അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മളെ എങ്ങോട്ട് നമ്മളെ ബോഡിക്കകത്തോട്ട് എയർ വരും. ഇതാണ് നിങ്ങളുടെ ബേസിക് മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ. അപ്പോൾ എന്തായിരിക്കും മെക്കാനിസം ഫോർ എക്സ്പിറേഷൻ? പറഞ്ഞേ അല്ലേ. there will be relaxation of external intercostal muscles that will lead to decreased intrathoracic volume, that will lead to decreased intrapulmonary volume, that will lead to increased intrapulmonary pressure. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. മെക്കാനിസം ഫോർ എക്സ്പിറേഷന്റെ കണ്ടീഷൻ എന്തായിരുന്നു അല്ലേ? ഇൻട്രാപൾമണറി പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ശരിയല്ലേ? അങ്ങനെ നിങ്ങൾ എപ്പോൾ, അതായത് നിങ്ങളുടെ there will be relaxation of external intercostal muscles that will lead to increased decreased intrathoracic volume, that will lead to decreased intrapulmonary volume, that will lead to decreased increased intrapulmonary pressure. അങ്ങനെ കൂടി എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുന്നത് ആ സമയത്ത് നിങ്ങൾ പതുക്കെ അങ്ങ് എക്സ്പയർ ചെയ്യും. ഇത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇയാളെക്കുറിച്ചാണ് അല്ലേ. നിങ്ങളെ ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഒരു മസിലും കൂടെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ മസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. ആരാണ്? ഡയഫ്രം. ഓക്കെ, അപ്പം ഇത് എൻ്റെ ബോഡിയാണ്. ഒരാളുടെ തല കഴുത്താണെന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, ഇതൊരാളുടെ കഴുത്തൊക്കെയാണെന്നൊക്കെ വിചാരിക്കാം. ഇയാൾക്ക് ഇവിടെ ഒരു ഡോം ഷേപ്പ് ആയിട്ടുള്ളതുണ്ട്, ഡയഫ്രം ഉണ്ട് അല്ലേ. ഈ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് അറിയോ? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ ഇയാളുടെ ബോഡി ഇപ്പം ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഡയഫ്രം പതുക്കെ ഫ്ലാറ്റ് ഉണ്ടാവാന്നാണ് അർത്ഥം. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പതുക്കെ ഡയഫ്രം എന്ത് ചെയ്യാണ്? കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പതുക്കെ അയാളുടെ ബോഡി ഫ്ലാറ്റ്, അയാളുടെ ഡയഫ്രം ഫ്ലാറ്റ് ഉണ്ടാവുന്ന അർത്ഥം. അപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ വോളിയം കൂടാന്നാണ് അർത്ഥം. ക്ലിയർ അല്ല മക്കളെ? അപ്പോൾ ഇവർ ഇന്റർകോസ്റ്റൽ മസിൽസ് മാത്രമല്ല കോൺട്രാക്ട് ചെയ്യുന്ന, ആരും കൂടെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡയഫ്രം ഫ്ലാറ്റ് ഉണ്ടാവുന്നുണ്ട്. ദർ വിൽ ബി കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം ഇങ്ങനെയായിട്ട് മാറും. അതിന് നമ്മൾ വിളിക്കുന്നവരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെക്കാനിസം ഫോർ ഇൻസ്പിറേഷൻ. ഒരു മിനിറ്റിൽ ശ്രദ്ധിക്കുക, ഒരു മിനിറ്റിൽ ഒരു അഡൾട്ട്
12 to 16 ടൈംസ് ബ്രീത്ത് ചെയ്യും. അതിന് നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? റെസ്പിറേറ്ററി റേറ്റ്. ഒരു മിനിറ്റിൽ ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ് എത്ര 12 to 16 ടൈംസ് ബ്രീത്ത് ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്നവരാണ് റെസ്പിറേറ്ററി റേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് പഠിക്കാനുള്ളത്? നമ്മുടെ മെക്കാനിസം ഫോർ ഇൻസ്പിറേഷനകത്ത് പഠിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. സെലക്ട് ദ കറക്റ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ആണ്. വേറെ ഒന്നുമല്ല, ഇൻസ്പിറേഷൻ്റെ കറക്റ്റ് ഇവൻറ്റ്സ് ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഇൻസ്പിറേഷൻ്റെ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ദർ വിൽ ബി കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്, ദർ വിൽ ബി ഇൻക്രീസ്ഡ് ഇൻട്രാ thoracic volume, there will be increased intra pulmonary volume, there will be decreased intra pulmonary pressure. Clear അല്ലേ? There will be contraction of diaphragm. ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ശരിയാണോ തെറ്റാണോ? വളരെ ശരിയാണ് അല്ലേ? കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ശരിയാണോ തെറ്റാണോ? വളരെ ശരിയാണ് അല്ലേ? പിന്നെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻസ്പിറേഷൻ ആണ്. പൾമണറി വോളിയം ഈസ് ഡിക്രീസ്ഡ് ശരിയാണോ തെറ്റാണോ? പൾമണറി വോളിയം ഈസ് ഡിക്രീസ്ഡ് ശരിയാണോ തെറ്റാണോ? പൾമണറി വോളിയം ഈസ് ഇൻക്രീസ്ഡ് ആണ്. പൾമണറി വോളിയം ഇൻക്രീസ്ഡ് ആണ്, ഡിക്രീസ്ഡ് അല്ല. ശരിയല്ലേ? അപ്പോൾ അതാ തെറ്റിടുക. അടുത്തത് ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ഇൻക്രീസസ് ശരിയാണോ? ഇൻട്രാ പൾമണറി പ്രഷർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഇൻട്രാ പൾമണറി പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിൽ എക്സ്പിറേഷൻ സമയത്താണ്. ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഇൻസ്പിറേഷൻ. സോ ദ ആൻസർ വിൽ ബി എ ആൻഡ് ബി. ക്ലിയർ അല്ലേ? സോ ഇത്രയും സിമ്പിളാണ് നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഓക്കെ. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. ഏതാണ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ഒരുമിച്ച് പറയാം. എക്സ്ചേഞ്ച് ആൻഡ് ട്രാൻസ്പോർട്ട്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബ്ലഡിനകത്തോട്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സെല്ലുകൾക്കും ഓക്സിജൻ റിക്വയർമെൻറ്റ് വളരെ മസ്റ്റാണ്. എന്തിനാണ്? ഫോർ ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലേ? നമ്മൾ ഓരോ സമയത്ത് ആക്ടിവിറ്റി ചെയ്യണം. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, എൻ്റെ ഒരുപാട് സെല്ലുകൾക്ക് എന്ത് നിർബന്ധമാണ്? ഓക്സിജൻ നിർബന്ധമാണ് അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഓരോ സെല്ലുകൾക്കും ഓക്സിജൻ നിർബന്ധമാണ്. അതായത് നമുക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടി ഓക്സിജൻ നിർബന്ധമാണ്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമുക്ക് പുറത്തോട്ട് കളയാൻ വേണം അല്ലേ? അപ്പം ബേസിക്കലി നമ്മൾ എയർ അകത്തോട്ട് എടുക്കും. നമ്മൾ എയർ എന്ത് ചെയ്യും? അകത്തോട്ട് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ എയർ അകത്തോട്ട് എടുക്കുന്ന സമയത്ത് ആ എയർ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സ്ഥലം ഏതായിരുന്നു? നിങ്ങളുടെ ആൽവിയോളായിരുന്നു. ഇതായിരുന്നു ആൽവിയോളായിരുന്നു അല്ലേ? അറ്റ്മോസ്ഫിയറിനകത്തുനിന്ന് അകത്തോട്ട് വരുന്ന ആളായിരുന്നു ഓക്സിജൻ ആയിരുന്നു അല്ലേ? ഓക്സിജൻ ഇപ്പോൾ നിങ്ങൾ ആൽവിയോളയ്ക്ക് അകത്തുണ്ട്. ഇനി എന്താ സംഭവിക്കുക? ഞാൻ എൻ്റെ ബ്ലഡിനകത്ത് അല്ലെങ്കിൽ എൻ്റെ ബോഡിക്കകത്ത് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട് അല്ലേ? അതിതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്നു കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ്. ഇവിടുന്ന് ഇങ്ങോട്ട് ആര് പോകും? പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡ് പോകും. കാരണം നമുക്ക് ഒഴിവാക്കേണ്ട സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ആര് വരും? ഓക്സിജനും വരും. ഇവിടുന്ന് ഇങ്ങോട്ട് ആര് വരും? ഓക്സിജൻ വരും. അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എന്തായിട്ട് മാറും? ഓക്സിജൻ റിച്ച് ബ്ലഡ് ആയിട്ട് മാറും. അതിനെ നമ്മൾ ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ് എന്ന് വിളിക്കും. ശരിയല്ലേ? എന്നിട്ട് ഇയാൾ ഇങ്ങനെ പോകും. ഇയാളിങ്ങനെ പോയി ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ആരുണ്ടാവും? ഇവിടെ നമ്മുടെ സെല്ലുണ്ടാവും അല്ലേ? ഇവിടെ നമ്മുടെ സെല്ലുണ്ടാവും. ഈ സെല്ലിന് ഇയാളെന്ത് കൊടുക്കും? പറഞ്ഞേ. ഈ സെല്ലിന് ഇയാൾ പതുക്കെ ഇയാളുടെ കയ്യിലുള്ള ഓക്സിജനെ കൊടുക്കും. ഇവിടുന്ന് അനാവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ആർക്കും കൊടുക്കും? ഇതാ ഇങ്ങോട്ടും കൊടുക്കും. ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന സൈക്കിൾ. ഇത് മുഴുവൻ നടക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഇത് മുഴുവൻ നടക്കുന്നത് മക്കളെ എന്താ ഇതിനെ ബേസ് ചെയ്തിട്ടാ? പ്രഷർ ഗ്രേഡിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാ. കാരണം നിങ്ങൾക്കറിയാം ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? പ്രഷർ ഗ്രേഡിയൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ നടക്കുന്നത് ബേസ് എന്തിനെ വെച്ചിട്ടാണ്? ഈ പ്രഷർ ഗ്രേഡിയൻറ്റിനെ വെച്ചിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രഷർ ഗ്രേഡിയൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എങ്ങനെ നടക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അതിനുവേണ്ടി നിങ്ങൾ NCERT-ക്കകത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇൻസ്പിറേഷൻ നടക്കാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഏതായിരുന്നു? ഇൻട്രാ പൾമണറി പ്രഷർ ആയിരുന്നു. എക്സ്പ്രഷൻ നടക്കാൻ വേണ്ട ക്രൈറ്റീരിയ എന്തായിരുന്നു? ഇൻട്രാ പൾമണറി പ്രഷർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓരോ സ്ഥലത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് ആൽവിയോളയ്ക്കകത്തോട്ടാണ് വരുന്നത്. ശരിയല്ലേ അല്ലേ? അതായത് പുറത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ആൽവിയോളയ്ക്കകത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ നമുക്കൊരു ടേബിൾ പഠിക്കാനുണ്ട്. ആ ടേബിൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആ ടേബിൾ എന്തായിരുന്നു? ആ ടേബിൾ ഇങ്ങനെയായിരുന്നു. അതായത് ഓക്സിജൻ്റെയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ. ഏതിൻ്റെയൊക്കെയാണ്? ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ. എവിടെയൊക്കെ? ഒന്നാമത്തത് അറ്റ്മോസ്ഫിയർ. ഒന്നാമത്തെ എവിടെയാണ്? അറ്റ്മോസ്ഫിയർ. രണ്ടാമത്തത്
ആൽവിയോളൈ. രണ്ടാമത്തെ എവിടെയാണ്? ആൽവിയോളൈ അല്ലേ. മൂന്നാമത്തത് നിങ്ങളുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത്. രണ്ടാമത്തതോ? നാലാമത്തതോ? നിങ്ങളുടെ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് അല്ലേ. ഏറ്റവും അവസാനം ടിഷ്യൂസിനകത്ത്. ഇങ്ങനെ 5 സ്ഥലത്തുള്ള 1, 2, 3, 4, 5 സ്ഥലത്തുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അറ്റ്മോസ്ഫിയറിനകത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? ദാറ്റ് വാസ് 159 അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായിരുന്നു? ദാറ്റ് വാസ് 0.3. ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ളതാണ്. ആൽവിയോളയ്ക്കകത്ത് എത്രയായിരുന്നു? ആൽവിയോളയ്ക്കകത്ത് 104ഉം അതേപോലെ തന്നെ 40 ആയിരുന്നു അല്ലേ. ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്തോ 95 ആൻഡ് 40. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്തോ 40, 45. ടിഷ്യൂസിനകത്തോ 40 ആൻഡ് 45. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഏത് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അറ്റ്മോസ്ഫിയറിനകത്ത് എത്രയായിരുന്നു? 159.3. അതേപോലെ തന്നെ ആൽവിയോളയ്ക്കകത്ത് 104, 40 അല്ലേ. അതേപോലെ ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് 95 ആൻഡ് 40. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് 40 ആൻഡ് 45. ടിഷ്യൂസിനകത്ത് 40 ആൻഡ് 45. ഇത് പഠിക്കാൻ ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാക്സിമം വാല്യൂ നിങ്ങളുടെ ബോഡിക്കകത്ത് വരുന്നത് എത്രയാണ്? 45 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാക്സിമം വാല്യൂ നിങ്ങളുടെ ബോഡിക്കകത്ത് വരുന്നത് എത്രയാണ്? 45 ആണ്. മറക്കരുത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ എവിടെയൊക്കെ 45 ആണോ അവിടെയൊക്കെ ഓക്സിജൻ 40 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ എവിടെയൊക്കെ 45 ആണ് അവിടെ മുഴുവൻ ഓക്സിജൻ എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ കൂടുന്ന രണ്ട് സ്ഥലത്താണ്. എവിടേക്കാണ്? ഒന്ന് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്തും രണ്ടാമത്തെ ടിഷ്യൂസിനകത്തും. അവിടെ രണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് 45 ആണെങ്കിൽ ഓക്സിജൻ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ പഠിക്കാം. 159.3, 104, 40, 95, 40. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നത്. ഈ പ്രഷർ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിനകത്ത് എത്രയായിരുന്നു? 159 ആണ് അല്ലേ. ആ ഒരു ഓക്സിജൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഓക്കെ, ആൽവിയോളയ്ക്കകത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ആൽവിയോളയ്ക്കകത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത് 40 ആണ്. സോ ഇവിടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ 104 ആണ്. സോ ഇവിടെ 104 ആണ്. ഓക്സിജൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് ഇങ്ങോട്ടാരും മൂവ് ചെയ്യും? ഓക്സിജൻ മൂവ് ചെയ്യും. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 40 ആണ്. ഇവിടെ എത്രയാണ്? 0.3 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആര് പോകും മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ ബോഡിക്കകത്ത് ഞാൻ എല്ലാ സ്ഥലത്തുള്ളതും പറയുന്നില്ല, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് മുഴുവൻ സ്ഥലത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള പ്രഷർ ഗ്രേഡിയൻ്റ് വെച്ചിട്ടാണ് നമ്മുടെ ബോഡിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഓക്സിജൻ ഇൻ ദ ആൽവിയോളൈ ഓഫ് ദി ലങ്സ് ഈസ് equal to that in the blood, is more than that in the blood, is less than that in the blood, is less than that of the carbon dioxide. ചോദിച്ചിരിക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോളൈ ഈസ്, ആൽവിയോളയ്ക്കകത്ത് വരുന്നത് എത്രയാണ്? 104 ആണ്. ബ്ലഡിനകത്ത് വരുന്നത് എത്രയാണ്? 95 ആണ്. സോ ആൻസർ നോക്കിയേ എത്രയാണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ്. ലെസ് ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ്. വെരി സിമ്പിൾ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിനകത്ത്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിക്കുക. ആ വാല്യൂസ് മാത്രം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ മക്കളെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. ഏതാണ്? റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ കുറച്ച് ആൾക്കാർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞിരിക്കുന്നത് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. എന്താണ് റെഗുലേഷൻ? നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും അതിൻ്റെ ഏറ്റവും എൻഡിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ എക്സ്ക്രീഷൻ പഠിക്കുന്ന സമയത്ത് റെഗുലേഷൻ ഓഫ് കിഡ്നി ആക്ടിവിറ്റീസ് പഠിക്കുന്നുണ്ട്, റെഗുലേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റീസ് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ പഠിക്കുന്നുണ്ട്. വാട്ട് ഡു മീൻ ബൈ റെഗുലേഷൻ? റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്കകത്ത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ ഓർഗനെ നമ്മളെ ബോഡി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. നമ്മളെ ബോഡിക്കകത്ത് ഏതൊരു ഓർഗൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ ആകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സാറ്റിസ്ഫൈ 2 ക്രൈറ്റീരിയാസ്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഇതെൻ്റെ ലങ്സ് ആണ് അല്ലേ, ഇതെൻ്റെ ലങ് ആണ്, ലങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇൻസ്പയർ ചെയ്യുക, എക്സ്പയർ ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, എക്സ്പയർ ചെയ്യുക. ഇതാണ് ലങ്ങിൻ്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ലങ് ഈ ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാവ് ടു സാറ്റിസ്ഫൈ 2 ക്രൈറ്റീരിയാസ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താ? ഈ ലങ്ങിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടണം. എന്തിനാ? ബ്ലഡിനകത്താണ് ഓക്സിജൻ ഇരിക്കുന്നത്. ആ ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തിരിക്കുന്ന സെല്ലിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സെൽ എന്ത് ചെയ്യുള്ളൂ? ആ സെല്ല് പ്രോപ്പറായിട്ട് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ചെയ്യുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അപ്പം അതിന് പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടണം. സോ ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ബ്ലഡ് സപ്ലൈ ആണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ഞാൻ പറഞ്ഞു 1 മിനിറ്റിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് 12 to 16 ബ്രീത്ത് പെർ മിനിറ്റ് ആണ്.
അല്ലേ? 12 മുതൽ 16 വരെയാണ് ഒരാളുടെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനാണ് ആ കൺട്രോൾ കൊടുക്കുന്നത്. അതിനെ നമ്മളൊരു പേര് വിളിക്കും, ഇറ്റ് ഇസ് കോൾഡ് നെർവ് സപ്ലൈ. എന്താ വിളിക്കുക? നെർവ് സപ്ലൈ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നത് 72 തവണയാണ് അല്ലേ? നിങ്ങളുടെ ബോഡിക്കകത്ത് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? അതായത് ഒരു ദിവസം 180 ലിറ്റർ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂറിൻ ആണെങ്കിൽ 1 to 1.5 ലിറ്റർ പെർ ഡേ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോൾഡ് ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ബോഡിക്കകത്ത് സ്റ്റൊമക്കിനകത്ത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് മൾട്ടിപ്പിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇത് മുഴുവൻ ചെയ്യുന്ന ആളാരാ? ബ്രെയിനാണ്. അതിന് വേണ്ട സപ്ലൈ കൊടുക്കുന്ന ആളാരാ? ഓക്സിജൻ അല്ലെങ്കിൽ ഹാർട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ഓർഗൻ പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ ആര് വേണം? ഒരു സൈഡിൽ നിങ്ങളുടെ ഹാർട്ട് നിർബന്ധമായിട്ടും പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്തിരിക്കണം, ശരിയല്ലേ? തൊട്ടടുത്ത സൈഡിലോ? ഞാൻ ഈ ലങ്സിനെ കുറച്ചൊന്ന് ചെറുതാക്കി വരയ്ക്കാം. ഓക്കെ, ഒരു സൈഡിൽ ഹാർട്ട് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തിരിക്കണം അല്ലേ? നമുക്ക് അടുത്ത ആരുണ്ട്? നമ്മളിവിടെ നമ്മുടെ ലങ് ഉണ്ട്. ഇതെൻ്റെ ലങ്ങാണ്. ഓക്കെ, തൊട്ടപ്പുറത്ത് നമുക്ക് ആരും കൂടെ വേണം? നമ്മുടെ ബ്രെയിനും കൂടെ വേണം. നമ്മളെ ബ്രെയിൻ ഇതേപോലെ തന്നെ വളരെ കോർഡിനേറ്റഡ് സിങ്ക്രണൈസ്ഡ് ഫാഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറഞ്ഞേ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ലങ്സിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ്, നിങ്ങളുടെ ഹാർട്ടും നിങ്ങളുടെ ബ്രെയിനും എങ്ങനെയാണ് നിങ്ങളുടെ ഹാർട്ടിനെ ലങ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിനെതിരെ നമുക്ക് കുറച്ച് ആൾക്കാരൊന്ന് പരിചയപ്പെടാണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ ഹാർട്ടിനകത്ത് നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾസിനകത്ത് നിന്ന് പുറത്തു പോകുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ എന്താ വിളിച്ചത്? അയോട്ടാന്ന് വിളിച്ചത് അല്ലേ? എന്താ വിളിച്ചത്? അയോട്ട. ഈ ലങ്സിനെ കൊണ്ട് വലിയ പ്രശ്നമായിരിക്കുമല്ലോ. ലങ്സിനെ വീണ്ടും ഒന്ന് മാറ്റട്ടെ, ഒരു മിനിറ്റ്. ലങ്സ് ഇവിടെ ഇരിക്കട്ടെ, ലങ്സ് ഇവിടെ മതിയോ? ഇത് ലങ്ങാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹാർട്ടിനകത്ത് നിന്ന് പുറത്ത്, ലെഫ്റ്റ് വെൻട്രിക്കിൾസിനകത്ത് നിന്ന് പുറത്ത് പോകുന്ന ബ്ലഡ് വെസൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു. അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു അയോട്ട അല്ലേ? അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? അയോട്ട. ഒന്നുമല്ല, അയോട്ട ഹാർട്ടിന് പുറത്ത് വന്നാൽ ആദ്യം മേലോട്ട് ഇങ്ങനെ കയറി പോകും. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അസെൻഡിങ് അയോട്ട എന്നാണ് വിളിക്കുക. മേലോട്ട് കയറി പോകുന്ന അയോട്ട നമ്മൾ അസെൻഡിങ് അയോട്ട എന്നുള്ള പിന്നെ എന്താ വിളിക്കുക അല്ലേ? അപ്പോൾ മേലോട്ട് കയറി പോകുന്ന അയോട്ട നമ്മൾ വിളിക്കും അസെൻഡിങ് അയോട്ട എന്ന് വിളിക്കും. താഴോട്ട് വരുന്ന അയോട്ട നമ്മൾ വിളിക്കും ഡിസെൻഡിങ് അയോട്ട എന്ന് വിളിക്കും. ആൻഡ് ദർ ഇസ് എ സ്മോൾ പോർഷൻ ബിറ്റ്വീൻ അസെൻഡിങ് അയോട്ട ആൻഡ് ഡിസെൻഡിങ് അയോട്ട. അതിനെ നമ്മളൊരു പേര് വിളിക്കും. ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോട്ടിക് ആർച്ച്. എന്താ വിളിക്കുക? അയോട്ടിക് ആർച്ച്. അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന വേറൊരു പേരാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർച്ച് ഓഫ് അയോട്ട. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർച്ച് ഓഫ് അയോട്ട. അപ്പോൾ നമ്മൾ അയോട്ട എങ്ങനെയാണ് പോകുന്നത്? മേളിലോട്ട് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര്, ഇതിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? അസെൻഡിങ് അയോട്ട. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസെൻഡിങ് അയോട്ട. ഓക്കെ, താഴോട്ട് വരുന്ന നമ്മൾ വിളിക്കും. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ഇറ്റ് വാസ് കോൾഡ് ഡിസെൻഡിങ് അയോട്ട അല്ലേ? അതിന് രണ്ടിനെ കണക്ട് ചെയ്തൊരു ആർച്ച് പോർഷൻ ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർച്ച് ഓഫ് അയോട്ട. ശ്രദ്ധിക്കുക, ഈ ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് അകത്ത് നിന്നാണ് നമ്മുടെ ഹെഡ് നെക്ക് നമ്മുടെ കയ്യിലോട്ട് ബ്ലഡ് കിട്ടുന്നത്. ഓക്കെ, ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് അകത്ത് നിന്നാണ്. ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്, നിങ്ങൾക്ക് ആ ബ്രാഞ്ചിൻ്റെ പേരുകളൊന്നും പഠിക്കാനില്ല. അതായത് നമുക്ക് റൈറ്റ് സബ് ക്ലാവിയൻ, അതേപോലെ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടറീസിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. ഒന്നും പഠിക്കേണ്ട, തൽക്കാലം അത്രയും മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് നിങ്ങൾ ഭാവിയിൽ അതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ആവശ്യമുള്ളത് മാത്രം ഞാൻ വരയ്ക്കണം. എക്സാക്ട് ഫിഗർ ഇങ്ങനെയല്ല, വീണ്ടും പറഞ്ഞ എക്സാക്ട് ഫിഗർ ഇങ്ങനെയല്ല, ചെറിയ 1-2 ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഞാൻ തൽക്കാലത്തേക്ക് എന്താ ആർച്ച് ഓഫ് അയോട്ടയ്ക്ക് 3 ബ്രാഞ്ചസ് ഉണ്ട്, ഞാൻ 2 ബ്രാഞ്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം വരയ്ക്കുകയാണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഈ ആർച്ച് ഓഫ് അയോട്ടയുടെ കുറച്ച് ബ്രാഞ്ചാണ് നമുക്ക് ബ്രെയിനിന് ബ്ലഡ് കൊടുക്കുന്നത്. ഓക്കെ, ആ ബ്രെയിനിന് ബ്ലഡ് കൊടുക്കുന്ന വെസൽസിനെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് കരോട്ടിഡ് ആർട്ടറി. ഇറ്റ് ഈസ് കോൾഡ് കരോട്ടിഡ് ആർട്ടറി. ഇറ്റ് ഈസ് കോൾഡ് കരോട്ടിഡ് ആർട്ടറി. അപ്പം നിങ്ങളുടെ ആർച്ച് ഓഫ് അയോട്ടയുടെ 2 ബ്രാഞ്ചസ് ഉണ്ട്. അവരാണ് നമ്മളെ ബ്രെയിനിന് മെയിനായിട്ട് ബ്ലഡ് കൊടുക്കുന്നത്. ഒന്നിനെ നമ്മൾ റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ന് വിളിക്കും. അത് പിന്നെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ജസ്റ്റ് ഇത്രയും പഠിക്കുക. അതിൽ ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്നതാണ് കരോട്ടിഡ് ആർട്ടറി. സോ അയോട്ട, അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട, ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലങ്സിന് നമ്മുടെ ഏതൊരു കാര്യത്തിനും നമുക്കൊരു പെർട്ടിക്കുലർ റിതം ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ ഹാർട്ടിൻ്റെ റിതം എന്തായിരുന്നു? ലെഫ്റ്റപ്പ് ലെഫ്റ്റപ്പ് ലെഫ്റ്റപ്പ്, ഇതായിരുന്നു നമ്മുടെ ഹാർട്ടിൻ്റെ റിതം, ശരിയല്ലേ? അതിന് നമ്മൾ കാർഡിയക് റിതം എന്നായിരുന്നു വിളിച്ചത്. അതിന് നമ്മൾ ഹാർട്ട് സൗണ്ട്സ് എന്നൊക്കെ വിളിച്ചത് അല്ലേ? അതായത് ഒരു മിനിറ്റിൽ 72 തവണ മാനം മര്യാദയ്ക്കും പുള്ളി എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ബീറ്റ് ചെയ്യും. അതാണ് നമ്മൾ കാർഡിയക് റിതം എന്ന് വിളിച്ചത്. ഓൾട്ടേർഡ് കാർഡിയക് റിതം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒന്നെങ്കിൽ വളരെയധികം കൂടിയിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, അതിന് നമ്മൾ വിളിക്കുന്നവരാണ് ഓൾട്ടേർഡ് കാർഡിയക് റിതം എന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലങ്സ് നിങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലങ്സിന് നോർമലി 12 to 16 ആണ് അതിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ ലങ്സിൻ്റെ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ആവറേജ് 15 എടുക്കുകയാണ്. ഇതിലൊരു ആവറേജ് ആയിട്ട് തൽക്കാലം ഇപ്പോൾ 15 എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലങ്സ് പൊതുവെ 2 seconds ഫോർ ഇൻസ്പിറേഷനും 2 seconds ഫോർ എക്സ്പിറേഷനും നടത്തും അല്ലേ? അതിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. സ്റ്റിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതായത്
നോർമലി നിങ്ങൾ 2 അല്ലെങ്കിൽ 1.5 സെക്കൻഡ് ഡ്യൂറേഷൻ ഇൻസ്പിറേഷനും 1.5 സെക്കൻഡ് ഡ്യൂറേഷൻ എക്സ്പിറേഷനും ഒരു 1 സെക്കൻഡ് അതിന് ഇൻ ബിറ്റ്വീൻ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതാണ്, അതായത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ നോർമൽ റെസ്പിറേറ്ററി റിതം എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു സ്റ്റെയർ കയറണം, ഒരു 10-30 എന്താ പറയുക സ്റ്റെപ്പുള്ള സ്റ്റെയർ നിങ്ങൾ ഓടി കയറി മേളിലെത്തി. എന്താ സംഭവിക്കുക? നമ്മൾ റിതം അങ്ങ് മാറും അല്ലേ? ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻസ്പിറേറ്ററി അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പിറേറ്ററി റേറ്റ് അങ്ങ് ഒരു 30-35 ഒക്കെ ആയിട്ട് മാറും. റീസൺ എന്താ? ഓൾ ഓഫ് നിങ്ങൾ ഒരു 200 മീറ്റർ അങ്ങ് ഓടി. എന്താ സംഭവിക്കുക? നിങ്ങളവിടെ പോയിട്ട് ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കും, ഭയങ്കര കിതപ്പായിരിക്കും നമുക്ക്. റീസൺ എന്താ? നിങ്ങളുടെ ബോഡിക്ക് അകത്തിരിക്കുന്ന സെല്ലുകൾ കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം അവിടെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ടുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എലിമിനേറ്റ്, നമുക്ക് ആരെ മാത്രം മതി? ഓക്സിജനെ മാത്രം മതി. അപ്പോൾ ആ ഓക്സിജനെ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കും, കൂട്ടിക്കൊണ്ടുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് നോർമലി നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് എത്രയായിരുന്നു? 15 ആയിരുന്നു അല്ലേ? അത് ചില സമയങ്ങളിൽ അത് കൂടി 30-32 ഒക്കെ ആയി പോകാം. നമുക്കൊരു എക്സ്ട്രീം കേസ് വരുന്ന സമയത്ത്, നമുക്ക് ഓക്സിജൻ നീഡ് വരുന്ന സമയത്ത് അത് കൂടി 30 ആയി പോകാം അല്ലേ? നേരെ നമ്മുടെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻസ് ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കുറഞ്ഞു വന്ന് 10-9 ഒക്കെ ആയിട്ട് മാറും. ക്ലിയർ അല്ല മക്കളെ അല്ലേ? 15-ൽ നിന്ന് 10-9 ഒക്കെ ആയിട്ട് മാറും. കൂടുതൽ 35-40 ഒക്കെ വരെ നമുക്ക് പോകാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സസൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമുക്ക് ഒരാൾക്ക് ഒരു നോർമൽ റെസ്പിറേറ്ററി റിതം ഉണ്ടായിരുന്നു അല്ലേ? അത് എത്രയായിരുന്നു? 12 to 16 ആണ്. കൂടാം കുറയാം. ആ കൂടുന്നതിനെ കുറയുന്നതിന് നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഓൾട്ടേർഡ് റെസ്പിറേറ്ററി റിതം. നമ്മളെ ബോഡിക്കകത്ത് ഇത് നമ്മുടെ ബ്രെയിനാണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ബ്രെയിൻ്റെ ഈ പാർട്ടിനെ നമ്മളെന്ത് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് സെറിബ്രം. അല്ലേ? ഇതിനെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് മിഡ് ബ്രെയിൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൺസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുല്ല. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ആരെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്? നമ്മളെ ബ്രെയിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെറിബ്രം, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല. നിങ്ങളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്കകത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഏരിയ, ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇവരുടെ പരിപാടി എന്താണെന്നറിയോ? ദേ ആർ കൺട്രോളിങ് ദി റിതം ഓഫ് റെസ്പിറേഷൻ. ഇവരാണ് നിങ്ങളെ ലങ്സിനോട് പറയുന്നത് എന്താണ്? അവൻ്റെ ബോഡിക്കകത്ത് ഓക്സിജൻ്റെ എമൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുതലാണ്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു 25 തവണ അങ്ങ് എന്താ പറയുക, ഇൻഫ്ലേറ്റ് ചെയ്ത് ഡിഫ്ലേറ്റ് ചെയ്തോ എന്ന് ലങ്സിന് ഡയറക്ഷൻ കൊടുക്കുന്നതാരാ? ഈ മെഡുലയ്ക്കകത്ത് കാണുന്ന സെർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് വേണമെങ്കിൽ ന്യൂറോൺസ് അല്ല, സെർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ഇവരെ നമ്മളൊരു പേര് വിളിക്കും. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ശ്രദ്ധിക്കുക, റെസ്പിറേറ്ററി റിതം സെൻറ്റർ. എന്താ വിളിക്കുക? റെസ്പിറേറ്ററി റിതം സെൻറ്റർ. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ അല്ലേ? എന്താണ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് കൺട്രോളിങ് ദി റിതം ഓഫ് റെസ്പിറേഷൻ. ഒന്നുകിൽ നോർമൽ റിതം കൊടുക്കും, അല്ലെങ്കിൽ ഓൾട്ടേർഡ് റിതം കൊടുക്കും. എന്തായിരുന്നു ഓൾട്ടേർഡ് റിതം എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും അല്ലേ? സോ ഒന്നുകിൽ നോർമൽ റിതം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഓൾട്ടേർഡ് റിതം നമ്മുടെ ലങ്സിനോട് പറയുന്ന ആളാരാണ്? ദാറ്റ് വിൽ ബി ദ റെസ്പിറേറ്ററി റിതം സെൻറ്റർ. അത് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? അത് പ്രസന്റ് ആയിരിക്കുന്നത് നിങ്ങളുടെ മെഡുല്ല ഓബ്ലോങ്കേറ്റയ്ക്കകത്താണ്. ഇനി തൊട്ട് മേളിൽ നമ്മളെ പോൺസിനകത്ത് ഒരു സെൻറ്റർ ഉണ്ട്. ഈ പോൺസിനകത്ത് കാണുന്ന ഈ സെൻറ്ററിനെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഈ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇയാളുടെ പരിപാടി എന്താ? ഈ ന്യൂമോടാക്സിക് സെൻറ്ററാണ് ആക്ച്വലി നിങ്ങളെ റെസ്പിറേറ്ററി റിതം സെൻറ്ററിനെ ചെറുതായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതായത് റെസ്പിറേറ്ററി റിതം സെൻറ്റർ ലങ്സിനെ കൺട്രോൾ ചെയ്യും. റെസ്പിറേറ്ററി റിതം സെൻറ്റർ കൺട്രോൾ ചെയ്യുന്ന ആരാ? ദാറ്റ് ഈസ് ബേസിക്കലി നിങ്ങളുടെ ന്യൂമോടാക്സിക് സെൻറ്റർ. അതായത് ആക്ച്വലി ന്യൂമോടാക്സിക് സെൻറ്ററാണ് വേണ്ട കാര്യങ്ങളൊക്കെ റെസ്പിറേറ്ററി റിതം സെൻറ്ററിനോട് പറഞ്ഞ് ലങ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? ഓരോരുത്തർ അണ്ടർ കൺട്രോളാണ്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഹാർട്ട് അല്ലേ? അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഇത്. ഈ പറഞ്ഞിരിക്കുന്ന അയോട്ടിക് ആർച്ച് അല്ലെങ്കിൽ ആർച്ച് ഓഫ് അയോട്ട ആൻഡ് കരോട്ടിഡ് ആർട്ടറി. മക്കളെ, ഇതിൻ്റെ പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് കീമോ റിസെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കീമോ റിസെപ്റ്റേഴ്സ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീമോ റിസെപ്റ്റേഴ്സ്. ഈ കീമോ റിസെപ്റ്റേഴ്സിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയോ? ഇത് ആർട്ടറിയാണ്. നമ്മുടെ ബോഡിക്കകത്ത് കാണുന്ന ഏറ്റവും വലിയ ആർട്ടറി നമ്മൾ വിളിച്ച പേരാണ് അയോട്ട. അതൊക്കെ നിങ്ങൾ ബോഡി ഫ്ലൂയിഡ്സിനകത്ത് പഠിച്ചിട്ടുണ്ടാകും. സോ അതാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പറയാത്തത്. നിങ്ങളുടെ ബോഡിക്കകത്ത് കാണുന്ന ഏറ്റവും വലിയ ആർട്ടറി നമ്മൾ വിളിക്കുന്ന പേരാണ് അയോട്ട അല്ലേ? ഈ അയോട്ടയ്ക്കകത്ത് ബ്ലഡ് ഉണ്ടാവല്ലോ. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആർട്ടീരിയൽ ബ്ലഡ് ഉണ്ടാവല്ലോ അല്ലേ? ആർട്ടറിക്കകത്തൂടെ പോകുന്ന ബ്ലഡിനെ നമ്മൾ വിളിക്കും ആർട്ടീരിയൽ ബ്ലഡ് എന്ന് വിളിക്കും. ഈ ആർട്ടീരിയൽ ബ്ലഡിനകത്തിരിക്കുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യലാണ് ആരുടെ പരിപാടി? ഈ കീമോ റിസെപ്റ്റേഴ്സിന്റെ പരിപാടി. ശ്രദ്ധിക്കാൻ, നോട്ട് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ആരുടെ പാർഷ്യൽ പ്രഷറാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ഡിറ്റക്ട് ചെയ്യുക. എവിടത്തെ? നിങ്ങൾ ആർട്ടീരിയൽ ബ്ലഡിനകത്ത് കാണുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്? പറഞ്ഞേ, നിങ്ങളുടെ ഈ കീമോ റിസെപ്റ്റേഴ്സിനുള്ളത്.
ഈ കീമോ റിസപ്റ്റേഴ്സ് എന്താ ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബോഡിക്കകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്ന് വിചാരിച്ചോ. ഈ കീമോ റിസപ്റ്റേഴ്സ് ഈ സിഗ്നൽ നേരെ എങ്ങോട്ട് കൊണ്ടുവരും അറിയോ? നിങ്ങളുടെ ബ്രെയിനകത്തോട്ട് കൊണ്ടുവരും. ബ്രെയിനകത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇവിടെ മെഡുലയ്ക്കകത്ത് തന്നെ അഡ്ജസൻ ടു ഇവിടെ പറഞ്ഞേ അഡ്ജസൻ ടു പറ നിങ്ങളുടെ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇവരെ നമ്മളൊരു പേര് വിളിക്കും. ദീസ് ആർ കോൾഡ് കീമോ സെൻസിറ്റീവ് ഏരിയ. കീമോ സെൻസിറ്റീവ് ഏരിയ ഇവർ നമ്മൾ വിളിക്കുന്ന പേരാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെഡുലയാണത് അല്ലേ? മെഡുലയ്ക്കകത്താറുണ്ട് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. അതിന് അഡ്ജസൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഏരിയയാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. അവർ എവിടുന്ന സിഗ്നൽ റിസീവ് ചെയ്യുന്നത്? ഫ്രം ദി receptors, chemoreceptors present on the aortic artery and the aortic arch and the carotid artery. Clear അല്ലേ? അവിടുന്ന് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ അല്ല, ആരുടെ പാർഷ്യൽ പ്രഷറാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് നേരെ ആരോട് വന്ന് പറയും? കീമോ സെൻസിറ്റീവ് ആയിട്ട് എന്ന് പറയും. ഈ കീമോ സെൻസിറ്റീവ് എന്ത് ചെയ്യുന്നറിയോ? അത് ആരോട് പറയും? നിങ്ങളുടെ റെസ്പിറേറ്ററി റിതം സെൻറ്ററോട് പറയും. അതായത് റെസ്പിറേറ്ററി റിതം സെൻറ്റർ രണ്ട് പേരുടെ അണ്ടർ കൺട്രോളാണ്. ആരുടെയൊക്കെ? ഒന്ന് നിങ്ങളുടെ ന്യൂമോടാക്സിക് സെൻറ്ററിനെയും അതേപോലെ തന്നെ കീമോ സെൻസിറ്റീവ് ഏരിയയുടെയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെ റോള് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇയാൾക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണ് ഇൻസ്പയർ ചെയ്യുക? ഒരു ചോദ്യം, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണ് ഇൻസ്പയർ ചെയ്യുക? എപ്പോഴാണ് നമ്മൾ എയർ അകത്തോട്ട് എടുക്കില്ല? എപ്പോഴാണ് നമ്മൾ എല്ലാവരും ആദ്യം പറയുന്നത് എൻ്റെ ബോഡിക്കകത്ത് ഓക്സിജൻ എമൗണ്ട് കുറയുമ്പോഴെന്നല്ലേ? പക്ഷെ നമ്മളെ ബോഡി പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളെ ബോഡി ആസ് പെർ NCERT, വീണ്ടും ഞാൻ പറഞ്ഞ ആസ് പെർ NCERT, നിങ്ങളെ ബോഡി പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ആർട്ടീരിയൽ ബ്ലഡിനകത്തിരിക്കുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഹേൽ ചെയ്യുക. ക്ലിയർ അല്ലേ? അല്ലാതെ ഓക്സിജന്റെ റോൾ അതെന്താണ്? ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ. സോ ഇനി ഒറ്റ പാർട്ടും കൂടെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഏരിയ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ആണ്. ഏതാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾക്ക് ഇതാ ഒരു മിനിറ്റ് സമയം തരാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. എന്തൊക്കെയായിരുന്നു ഇവരുടെ ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കി എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞ തന്നെ കൂടുതലാണ്. നമ്മുടെ ഈ പറഞ്ഞ ഒരു കമൻറ്റ് വന്നത് സ്വാതി ദേവിക എന്ന് പറഞ്ഞൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഈ റെസ്പിറേറ്ററി റിതം സെൻറ്റർ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡോർസൽ ഗ്രൂപ്പ് ഉണ്ട്, വെൻട്രൽ ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങളുടെ വേണമെങ്കിൽ ഡോർസൽ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ വെൻട്രൽ ഗ്രൂപ്പാണ് നിങ്ങളുടെ ഫോഴ്സ്ഡ് എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, വല്ല പറയാം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് കാണുന്ന വേറൊരു സെൻറ്റർ നമ്മൾ വിളിക്കുന്ന പേര് ആപ്ന്യൂസ്റ്റിക് സെൻറ്റർ എന്നാണ്. അതൊക്കെ നിങ്ങളുടെ ഔട്ട് ഓഫ് സിലബസ് ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ വലിയ ടോപ്പിക്കാണ് കേട്ടോ, ചെറിയ ടോപ്പിക് ഒന്നുമല്ല, വലിയ ടോപ്പിക്കാണ്. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇരുന്നുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നോർമൽ ഇൻസ്പിറേഷൻ ശ്രദ്ധിക്കുക. നോർമൽ ഇൻസ്പിറേഷൻ, അതേപോലെ തന്നെ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആൻഡ് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, ഇത് മൂന്നും ആക്റ്റീവ് പ്രോസസ്സാണ്. ഇത് മൂന്നും എന്താണ്? ആക്റ്റീവ് പ്രോസസ്. എന്താണ് ആക്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റിക്വയർസ് എനർജി. നോർമൽ ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആയിക്കോട്ടെ, ഇത് മൂന്നും എന്താണ്? ആക്റ്റീവ് പ്രോസസ്സാണ്. ക്ലിയർ അല്ലേ? എന്നാൽ നോർമൽ എക്സ്പിറേഷൻ ഉണ്ടല്ലോ, ഇതൊരു പാസീവ് പ്രോസസ്സാണ്. നോർമൽ എക്സ്പിറേഷൻ എന്താണ്? പാസീവ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി കൈൻഡ് ഓഫ് എനർജി. കാരണം നമ്മളെ ലങ്സ് ഒരു ഇലാസ്റ്റിക് ടിഷ്യൂ ആണ്, വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് റീകോൾ ചെയ്തോളൂ. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ, അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാണ്. ഇതാ നിങ്ങളുടെ ഇവിടെ കാണുന്ന ഒരു സെൻറ്റർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാർഡിയാക് സെൻറ്റർ കാണാൻ പറ്റും നിങ്ങളുടെ മെഡുലയ്ക്കകത്ത്. അതേപോലെ തന്നെ നിങ്ങളുടെ മെഡുലയ്ക്കകത്ത് കാണുന്ന വേറൊരു സെൻറ്റർ ഉണ്ട്, അത് വോമിറ്റിംഗ് സെൻറ്റർ അല്ലേ? അപ്പം നിങ്ങളുടെ മെഡുല ഒബ്ലോങ്കയുടെ പ്രത്യേകത, അതിനകത്ത് റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഉണ്ട്, അതിനകത്ത് കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്, അതിനകത്ത് വോമിറ്റിംഗ് സെൻറ്റർ ഉണ്ട്, അതിനകത്ത് കാർഡിയാക് സെൻറ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം ഇത്രയും ആൾക്കാരിരിക്കുന്ന ഒരു സെൻറ്ററാണ് നിങ്ങളുടെ മെഡുല ഒബ്ലോങ്കേറ്റ്. ആ മെഡുല ഒബ്ലോങ്കേറ്റ് അടി കിട്ടിയെന്ന് സംഭവിക്കുക? പെട്ടെന്ന് തന്നെ ആൾ വടിയായി പോകും. കാരണം നിങ്ങളെ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളെ കാർഡിയാക്സ് അല്ലെങ്കിൽ നിങ്ങളെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റേഴ്സ് ഇരിക്കുന്നത് എവിടെയാണ്? മെഡുലയ്ക്കകത്ത്. ഇതൊക്കെ ഒരുപാട് ഡീപ്പിൽ പറഞ്ഞാൽ അത്രയൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്ത് നോക്കുക. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ,
സോ അങ്ങനെയാണെങ്കിൽ ബാക്കി പറയാലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് മക്കളെ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് രണ്ട് തരത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും, രണ്ടാമത്തത് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും. നമ്മളിവിടെ മെയിനായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനാണ്. കാരണം ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓൾറെഡി ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം പറ്റുന്ന അത്രയും നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ഇനി വേറൊരു ദിവസത്തിൻ്റെ ബാക്കി എപ്പോഴെങ്കിലും കിട്ടണം, നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യും, പറയാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാം. എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് മെയിൻലി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. ഏതാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. നമ്മളെ ബോഡിക്കകത്ത് ഓക്സിജൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നമ്മളെ ബോഡിക്കകത്ത് ഓക്സിജൻ, ശ്രദ്ധിക്കുക, ഓക്സിജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന അറിയാം? ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും. ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് HbO2. എന്താ വിളിക്കുക? HbO2. അതായത് അതിന് മുന്നേ ഒറ്റ കാര്യം പറയാം, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്കിത് പറയാം, അതായിരിക്കും നല്ലത്. അതായത് നിങ്ങളെ ബോഡിക്കകത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിന് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ദി ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ഉണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ്? ഇടയ്ക്ക് എഴുത്ത് പിടിക്കുന്നില്ല. ഫാക്ടേഴ്സ് affecting transport of gas. Factors affecting transport of gas. ഓക്കെ, ഒരു 4 ഫാക്ടർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, രണ്ടാമത്തെ ഫാക്ടറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മൂന്നാമത്തെ ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ്, നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഒരു ജനറൽ റൂൾ ഞാനങ്ങ് പറയാം, തൽക്കാലത്തേക്ക് ആ ജനറൽ റൂൾ പഠിക്കുക. അതായത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ആ ജനറൽ റൂൾ വന്നിരിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. വൺ ഷോട്ട് സീരീസ് ആണ്, വളരെ ഷോർട്ടാക്കി പറയാം. നിങ്ങളുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുന്ന സ്ഥലത്ത് ബാക്കി 3 കുറവായിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ ബാക്കി 3 കുറവായിരിക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിഗ്നൽ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും H+ അയോൺസിൻ്റെ സിഗ്നലും ടെമ്പറേച്ചറിൻ്റെ സിഗ്നലും. ഓക്കെ, H+ അയോൺസിൻ്റെ സിഗ്നൽ എങ്ങനെയാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും pHൻ്റെ സിഗ്നൽ. H+ അയോൺസ് കുറവെന്ന് പറഞ്ഞാൽ pH കൂടുതലാണ്, H+ അയോൺസ് കൂടുതലെന്ന് പറഞ്ഞാൽ pH കുറവാണ്. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല, നമുക്ക് ഇത്രയും മാത്രം നോക്കാം തൽക്കാലം. അതായത് PO2 കൂടി കഴിഞ്ഞാൽ ബാക്കി 3 കുറവായിരിക്കും. ഇനി PO2 കുറഞ്ഞു കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക? പറഞ്ഞേ, PO2 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 3 കൂടുതലായിരിക്കും, ബാക്കി 3 എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ഇതൊരു ജനറൽ റൂളാണ്. അതായത് തൽക്കാലത്തേക്ക് ഇങ്ങനെ നിങ്ങൾ, കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ മിക്കവാറും ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലത്തേക്ക് വൺ ഷോട്ട് സീരീസിനെ വളരെ എളുപ്പത്തിൽ അങ്ങനെ പഠിക്കുക എന്നുള്ള പറയുന്നത്. PO2 കൂടി കഴിഞ്ഞാൽ ബാക്കി 3 കുറവായിരിക്കും, PO2 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 3 കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഏതാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ്. മക്കളേതാ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എങ്ങനെയാണ് നടക്കുക? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എങ്ങനെയാണ് നടക്കുക? പറഞ്ഞേ. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് 2 തരത്തിലാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ നടക്കുന്നത്. ഒരു 97% ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ RBC. ആരാണ്? RBCയിലൂടെയാണ് 97%ഉം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, റിമൈനിങ് 3% ഡിസോൾഡ് ഇൻ ബ്ലഡ് പ്ലാസ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം വേണ്ട, നമുക്ക് ഏത് മാത്രം മതി? 97% ഓക്സിജൻ RBC എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം അല്ലേ? സോ നിങ്ങളുടെ ബോഡിക്കകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്, അതുമായിട്ട് ആര് കമ്പൈൻ ചെയ്യും? ഓക്സിജൻ കമ്പൈൻ ചെയ്യും. RBCക്കകത്ത് കാണുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഇത്, ക്വാട്ടർണറി സ്ട്രക്ചറിൽ ഇരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അവരുമായിട്ട് ആര് കമ്പൈൻ ചെയ്യും? ഓക്സിജൻ കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കും. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് HbO2. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എന്താ വിളിക്കുക? ഓക്സി ഹീമോഗ്ലോബിൻ. സോ ഇറ്റ് ഈസ് എ ബൈ ഡയറക്ഷണൽ റിയാക്ഷൻ അല്ലേ? നിങ്ങൾ ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചതാണ്. നിങ്ങൾക്ക് സബ്സ്ട്രേറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, ബൈ ഡയറക്ഷണൽ റിയാക്ഷനുമാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടി കൊടുക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഫേവറിംഗ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ എന്തായിരിക്കും? കണ്ടീഷൻ ഫേവറിംഗ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ എന്തായിരിക്കും? പറഞ്ഞേ. ഒന്നാമത്തത് ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇൻക്രീസ്, നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ച് ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കാനൊന്നും പറ്റില്ല അല്ലേ? സോ ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഞാൻ പറഞ്ഞു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കുറവായിരിക്കും. ദാറ്റ് മീൻസ് അടുത്ത കണ്ടീഷൻസ് എന്തൊക്കെയാ? ഡിക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡിക്രീസ്ഡ് H+ അയോൺ കോൺസെൻട്രേഷൻ, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? That is the formation of oxyhemoglobin. These are the condition for the formation of oxyhemoglobin. ഇനി ഇതാ ഈ HbO2 ഡിസോസിയേറ്റ് ചെയ്തിട്ട് Hb+O2 ആയിട്ട് മാറണം.
എന്തായിരിക്കും കണ്ടീഷൻ അപ്പം? അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. കണ്ടീഷൻ എന്തായിരിക്കും? ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് അല്ലേ? എങ്ങനെ? ഡിക്രീസ്ഡ് PO2, ഇൻക്രീസ്ഡ് PCO2, ഇൻക്രീസ്ഡ് H+ ആൻഡ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. അതായത് ആദ്യത്തേതെന്ന് വെച്ചാൽ ഫോർമേഷൻ ആണെങ്കിൽ തിരിച്ചുള്ളതിനെ നമ്മൾ ഡിസോസിയേഷൻ എന്ന് വിളിക്കാം. ശരിയല്ലേ? അപ്പോൾ തിരിച്ച് നടക്കാനുള്ള കണ്ടീഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് വെച്ച് നമുക്കൊരു കർവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ കർവിനെ നമ്മൾ എന്താ വിളിച്ചത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നായിരുന്നു വിളിച്ചത്. അതെന്തായിരുന്നു സംഭവം? നമുക്ക് ആദ്യം നമ്മൾ പാർഷ്യൽ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നിങ്ങളുടെ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ കൂടും. പെർസെൻറ്റേജ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ബോഡിക്കകത്ത് എത്ര ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? സോ ഞാൻ പറഞ്ഞു നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂട്ടിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ബട്ട് ദർ ഇസ് എ ലിമിറ്റ്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഓക്സിജനെ കൂട്ടിയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ഓക്സി ഹീമോഗ്ലോബിനെ കിട്ടില്ല. ബിക്കോസ് ദർ ആർ സർട്ടൻ ഹീമോഗ്ലോബിൻ വിച്ച് ആർ എന്താ പറയുക, ദർ മെൻ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, സോ ഇതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇവിടെ സാച്ചുറേഷൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ പാർഷ്യൽ പ്രഷർ ഉണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന ആ കർവ്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി ഇതിനകത്ത് പഠിക്കില്ല, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനകത്ത് പഠിക്കില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. വിത്ത് റെഫറൻസ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. Higher concentration in the alveoli favors the formation of oxyhemoglobin. Wrong statement ആണ് ചോദിച്ചിരിക്കുന്നത്. Select the wrong statement. Higher H+ concentration in the alveoli favors the formation of oxyhemoglobin. ഓക്സിഹീമോഗ്ലോബിൻ്റെ ഞാൻ പറഞ്ഞു, ഓക്സിഹീമോഗ്ലോബിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇൻക്രീസ്ഡ് PO2. PO2 കൂടിക്കഴിഞ്ഞാൽ ആരൊക്കെ കുറയും? ഡിക്രീസ്ഡ് PCO2 കുറയും, ഡിക്രീസ്ഡ് H+ അയോൺസ് ആയിരിക്കും, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ? ഈ ഫീച്ചേഴ്സിനകത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പം ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഉള്ള ഡെഫിനറ്റ്ലി റോങ് സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും അല്ലേ? ഹയർ കോൺസെൻട്രേഷൻ ഇൻ ദി ആൽവിയോളി ആണോ? അല്ല, അവിടെ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്താണ്? കുറവാണ്. നമുക്ക് നോക്കാം, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൂടെ നോക്കാം അല്ലേ? ലോ PCO2 ഇൻ ദി ആൽവിയോളി ഫേവേഴ്സ് ദി ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. കറക്റ്റാ. കാരണം എന്താ? നിങ്ങൾ ആൽവിയോളയ്ക്കകത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. Binding of oxygen with hemoglobin is mainly related to the partial pressure of oxygen. Definitely. അടുത്തതാണ് the partial pressure of CO2 can interfere with the O2 with the binding with hemoglobin. അതും ശരിയാണ്. അപ്പം ആൻസർ ഏതാണ്? That will be A is the answer. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് വേയിലാണ് നമ്മൾ ഏത് പഠിക്കേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പഠിക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പഠിക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. 70 ഇവിടെ 97% ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ആസ് എങ്ങനെയാണ്? ഓക്സി ഹീമോഗ്ലോബിൻ അല്ലേ? ഓക്സി ഹീമോഗ്ലോബിൻ അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ് ആസ് കാർബോക്സി ഹീമോഗ്ലോബിൻ എഴുതി വെക്കരുത്. ദാറ്റ് ഈസ് carbamino hemoglobin. That is carbamino hemoglobin, not carboxy hemoglobin. That is carbamino hemoglobin. Okay, 20 to 25%, 20 to 25% of carbon dioxide transported as carbamino hemoglobin. Sorry, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. I'm sorry, I'm really sorry. Really sorry. Okay, so 97% ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ നമുക്ക് 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ് ആസ് ബൈകാർബണേറ്റ് അയോൺ. ഓക്കെ, 20 to 25% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ് ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനിയിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നായിട്ട് നോക്കാം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ. വെൻ യു ഹോൾഡ് യുവർ ബ്രീത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസ് ചേഞ്ചസ് ഇൻ ദ ബ്ലഡ് വുഡ് ഫസ്റ്റ് ലീഡ് ടു ദ അർജ് ടു ബ്രീത്ത്. നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് കണ്ടീഷനാണ് നിങ്ങളെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്സിജൻ വരുന്ന മുഴുവൻ ഓപ്ഷനും ക്യാൻസൽ ചെയ്തേക്കുക. കാരണം എന്താ? നിങ്ങളുടെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനകത്ത് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ റോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഓക്സിജൻ വരുന്ന ഈ ഓപ്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു, ഓക്സിജൻ വരുന്ന ഈ ഓപ്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ബ്രീത്ത് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി റൈസിങ് ഇൻ
CO2 concentration. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ approximately 70% of carbon dioxide absorbed by the blood will be transported to the lungs as എങ്ങനെയാണ് bicarbonate ion അല്ലേ. റിമൈനിങ് 20-25% എങ്ങനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഓക്കെ, സോ ഏറ്റവും അവസാനത്തെ സെഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് ഡിസീസസ് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട്. നമുക്ക് ഇതിനകത്ത് 3 ഡിസീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആസ്മ. ആദ്യത്തെ ഡിസീസ് എന്താണ്? ആസ്മ. രണ്ടാമത്തെ ഡിസീസിനെ നമ്മൾ വിളിക്കുന്ന പേര് എംഫൈസീമ എന്നാണ് വിളിക്കുക, എംഫൈസീമ. ഓക്കെ, മൂന്നാമത്തെ ഡിസീസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓൾഡ് എന്ന് പറയും, ഒക്യുപ്പേഷണൽ ലങ് ഡിസീസ്. ഓക്കെ, ഈ 3 ഡിസീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ചിലപ്പോൾ ചോദിച്ചേക്കാം, കാരണം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ 3 സാധനങ്ങളാണ്. എന്താണ് ആസ്മ എന്ന് പറഞ്ഞാൽ? ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്റ്റ് വരച്ച സമയത്ത്, ട്രാക്റ്റൊക്കെ വരച്ചിരുന്ന സമയത്ത് നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ട്രക്കിയൊക്കെ ഒരു ഡയമീറ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ഒരു ഡയമീറ്റർ ഉണ്ടായിരുന്നു അല്ലേ. ഡ്യൂ ടു ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബോഡിക്കകത്തിരിക്കുന്ന പല കെമിക്കൽസ് സെക്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡിക്കകത്ത് ഇൻഫ്ലമേഷൻ നമ്മൾ സ്വെല്ലിങ്സ് ഉണ്ടാവും. ഈ സ്വെല്ലിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നോർമലി നമ്മളെ ട്രക്കിയുടെ ഡയമീറ്റർ എത്രയാണെങ്കിൽ പതുക്കെ ആ ഡയമീറ്റർ അങ്ങ് കുറയും. ഓക്കെ, ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ദ ഡയമീറ്റർ ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അങ്ങനെ ഡയമീറ്റർ ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് സംഭവിക്കുക, നിങ്ങൾ അകത്തോട്ട് എടുക്കുന്ന പുറത്തോട്ട് വിടുന്ന എമൗണ്ട് ഓഫ് എയർ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിരിക്കില്ല അല്ലേ. ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്നവരാണ് ആസ്മ. എന്താ വിളിക്കുക? ആസ്മ. അതായത് മേ ബി അലർജീനെ കൊണ്ട് വരാം, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം അല്ലേ. അലർജി ആൻഡ് ഇൻഫ്ലമേഷൻ ആണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ റീസൺ ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. അപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു inflammation or the allergic response, the diameter of the respiratory tract is getting reduced. ശ്രദ്ധിക്കുക, ഈ ആസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ ഇതൊരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്. ഇതൊരു റിവേഴ്സിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഡയമീറ്റർ കുറഞ്ഞാൽ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഹേലേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആസ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ഇൻഹേലേഴ്സ് ആക്ച്വലി എന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതായത് നിങ്ങളുടെ ബ്രോങ്കസിനെയും അതേപോലെ തന്നെ ട്രക്കിയുടെ പാർട്സിനൊക്കെ അത് ഡയലേറ്റ് ചെയ്യും തിരിച്ച്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് അവിടെ നിൽക്കും, അവർ വീണ്ടും പഴയ പോലെ അങ്ങ് ആവും അല്ലേ. ഈ സമയത്ത് നമ്മൾക്ക് കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, ആ സൗണ്ടിനെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് വീസിങ്. വീസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വലിവ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലേ അല്ലേ, ആ വലിവിനെ നമ്മൾ വിളിക്കുന്നവരാണ് വീസിങ്. അപ്പം ആസ്മയുടെ 3 കാര്യങ്ങളാണ് ഓർത്ത് വെക്കുന്നത്. ഒന്നാമത് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു അലർജി ആൻഡ് ഇൻഫ്ലമേഷൻ. രണ്ടാമത് ഇത് റിവേഴ്സിബിൾ കണ്ടീഷൻ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇറിവേഴ്സിബിൾ കണ്ടീഷൻ. അത് റിവേഴ്സിബിൾ കണ്ടീഷനാണ്. അവിടെ കേൾക്കുന്ന സൗണ്ടിനെ നമ്മൾ വിളിക്കുന്നവരാണ് വീസിങ്. ഇനി അടുത്തത് എംഫൈസീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ ആൽവിയോളയാണ് അല്ലേ. ആൽവിയോളയ്ക്കകത്ത് ആക്ച്വലി എന്ത് സംഭവിക്കണം? ഓക്സിജൻ വന്നിരിക്കണം, ആ ആൽവിയോള സഫീഷ്യൻറ്റ് സ്പേസും ആയിരിക്കണം. പക്ഷേ നമുക്ക് ഈ ക്രോണിക് സ്മോക്കേഴ്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ക്രോണിക് സ്മോക്കേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിക്കോട്ടിൻ്റെ എഫക്റ്റിനെ കൊണ്ട് ഈ ഡയലറ്റേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൽവിയോള അങ്ങ് നടക്കും. ദർ വിൽ ബി ഡയലറ്റേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൽവിയോള. ആൽവിയോള ഡയലേറ്റ് ചെയ്യും ആൻഡ് ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡിസ്ട്രക്റ്റഡ് അല്ലേ. അങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് സംഭവിക്കാം, നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല ആൻഡ് യു വിൽ ഫീൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഇത് ഒരു ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ഇതെന്താണ്? ഇറിവേഴ്സിബിൾ. വൺസ് പറ്റിക്കഴിഞ്ഞാൽ പറ്റിയതാണ്, നമുക്ക് ഒരിക്കലും തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ കോസ് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു സ്മോക്കിംഗ്. ഓക്കെ, മൂന്നാമത്തത് ഒക്യുപ്പേഷണൽ ലങ് ഡിസീസ് അല്ലേ. അതിന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഓൾഡ് എന്ന് വിളിക്കും. എന്താണ് ഒക്യുപ്പേഷണൽ ലങ് ഡിസീസ്? നമ്മൾ ഒക്യുപ്പേഷൻ്റെ ഫലമായിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കോട്ടൺ ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആൽവിയോളയ്ക്കകത്ത് ഒരുപാട് കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ കോട്ടൺ ഫൈബേഴ്സ്, ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കോട്ടൺ ഫൈബേഴ്സ് വന്ന് ആൽവിയോള അങ്ങ് ഫില്ലാവും. ആൽവിയോള ഫില്ലായി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നടന്നത്. ഇവിടെ കംപ്ലീറ്റ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കും. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് ടിഷ്യൂ വരും, ഈ സ്പേസ് കംപ്ലീറ്റ്ലി അങ്ങ് ഡെഡാവും. അത് ഒരുപാട് വർഷം കേട്ടോ, 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നുമല്ല. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്കകത്ത് ചിലപ്പോൾ ഒരു 30-40 വർഷം ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് പൊതുവെ ഇങ്ങനെ കണ്ടുവരിക അല്ലേ. നിങ്ങൾ നമ്മുടെ എന്താ പറയുക ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഏറ്റവും വലിയ വേർഡ് അറിയാലോ അല്ലേ, ആണ് ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ് എന്ന് പറയും അല്ലേ. അതിൻ്റെ വളരെ ഷോർട്ടാക്കിയിട്ട് വിളിക്കുന്ന വേറൊരു പേരാണ് സിലിക്കോസിസ്. എന്താ വിളിക്കുക? സിലിക്കോസിസ്. അപ്പോൾ സിലിക്കോസിസ്, അതേപോലെ തന്നെ ആസ്ബസ്റ്റോസിസ്, ഇതൊക്കെ ബേസിക്കലി ഒക്യുപ്പേഷണൽ. പിന്നെ ഫാർമേഴ്സ് ലങ് ബിസ്നോസിസ് അല്ലേ. ഇതൊക്കെ ബേസിക്കലി ഒക്യുപ്പേഷണൽ ലങ് ഡിസീസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക എന്താണെന്നുള്ളത്. അപ്പം 3 ഡിസീസിനെ കുറിച്ച് പഠിക്കാനുള്ള ഇവിടെ ഇൻഫ്ലമേഷനും അലർജീനെ കൊണ്ടുണ്ടാവുന്ന ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ് ബേസിക്കലി എന്ത് ആസ്മ എന്ന് പറയുന്നത്. ഒരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്. ശ്രദ്ധിക്കാത്ത ഒരു റിവേഴ്സിബിൾ കണ്ടീഷൻ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഹേലേഴ്സ് എന്താണ്? ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ എംഫൈസീമ എന്ന് പറഞ്ഞാൽ ഡയലറ്റേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ എന്നാണ്.
Dilatation. Okay, dilatation and destruction. Dilatation and destruction of alveoli. Dilatation and destruction of alveoli. ഓക്കെ, അതാണ് ഡ്യൂ ടു സ്മോക്കിംഗ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ഒരുപാട് വർഷത്തെ ജോലിയുടെ ഫലമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് നമ്മളെ ലങ്സിലങ്ങ് വന്ന് അടിയും. ആൻഡ് പ്ലസ് ദർ വിൽ ബി ഡെപ്പോസിഷൻ ആൻഡ് ഫൈബ്രോസിസ് ആണ്. ഡെപ്പോസിഷൻ ഫോളോഡ് ബൈ ഫൈബ്രോസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഏതിനകത്ത് പഠിക്കാനുള്ളത്? നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റയർ ഏരിയയ്ക്കകത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾക്കൊരു 2 മിനിറ്റ് സമയം തരാം. എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, നമ്മളെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാത്തത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോൾ ആർക്ക് ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കും. നമ്മൾ ഒരുമാതിരിപ്പെട്ട കൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുക, 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്നായിരിക്കും. അതിനകത്ത് വേണ്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും ഒഴിവാകാതെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇതിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ആ ഒരു ഏരിയ പഠിക്കാതെ നിങ്ങൾ ദയവേത് ഏതിനും പോകരുത്, എക്സാമിന് പോകരുത്. കാരണം ഷോർട്ടായിട്ടൊരു ക്വസ്റ്റ്യൻ പോകും. കാണാത്തവർ നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ലൈവ് ബാക്ക് അടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഒരു 10, 15, 25 ഇക്വേഷൻസ് നമുക്ക് അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഇക്വേഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം ഇനി. അപ്പോൾ അതുകൊണ്ട് ദയവേതിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് മാത്രം എക്സാമിന് പോലെ പഠിക്കാത്തവർ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകും. ബൈഹാർട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക കഴിവതും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഒന്നുകൂടെ പറയാം. അനാട്ടമി ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് പറഞ്ഞു, മെക്കാനിസം ഫോർ ബ്രീത്തിങ് പറഞ്ഞു, വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് പറഞ്ഞു, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ദ ഡിസീസസ്, എല്ലാ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.